ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين. أعوذ بالله من أن يحضرون. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين. بسم الله خير الأسماء في الأرض والسماء. الحمد لله اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون. ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. صدق الله العلي العظيم. أما والله لو علم الأنام لما خلقوا لما غفلوا وناموا. لقد خلقوا لما لو أبصرته عيون قلوبهم صاحوا وهاموا. ممات ثم قبر ثم حشر وتوبيخ وأهوال عظام. कभी ए नौजवान मुस्लिम तदब्बर भी किया तूने. वो क्या कर दूं तो तू जिसका है एक टूटा हुआ तारा. तुझे इस कौम ने पाला है आगोशे मोहब्बत में. कुचल डाला था जिसने पाव में ताजे सरे तारा. तमद्दुन आफरीन खल्लाक आई में जहांदारी. वो सहराए अरब यानी शतरबानों कदहुआरा. तुझे आबा से अपने कोई निस्बत हो नहीं सकती कि तू गुफ्तार वो किरदार. तू साबित वो सैयारा. गवा दी हम जो असलाफ से मीरास पाई थी. सुरैया से जमीन पर आसमान ने हमको दे मारा.
വേദിയിലുള്ള അധ്യക്ഷൻ, ഈ മദ്രസയുടെ പ്രസിഡന്റ് OK അനീസ് സാഹിബ് അവറുകളെ, സദർ മുഅല്ലിം, ഇവിടെ നേരത്തെ നിങ്ങളോട് സംസാരിച്ച ഹംസ ഉസ്താദ് അവറുകളെ, സുബൈർ ഫൈസി, വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഒരുപാട് സമയമായി നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഈ മദ്രസ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ കൂടാൻ തുടങ്ങിയിട്ട്, ഇതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയും. ഇത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ഇത് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടുപോയവരുമായ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് കാമിലായ മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇരിങ്ങല്ലൂർ എന്ന ഈ പ്രദേശത്തേക്ക് വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ വന്നത്. കാരണം നിങ്ങളുടെ ആ സന്തോഷത്തിൽ കൂടുക എന്നതിനപ്പുറം ദാറുൽ ഹുദായിൽ ഞാൻ ചെന്ന അന്ന് മുതൽ ഞാൻ തിരിച്ചുപോരുന്ന 12ാമത്തെ വർഷമടക്കം ഓരോ ക്ലാസ്സിലും എന്നെ പഠിപ്പിച്ച വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, ഫിഖ്ഹും തസവ്വുഫും, ഒരു ഘട്ടത്തിൽ കണക്ക് വരെ എന്നെ പഠിപ്പിച്ച എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് അലി ഉസ്താദ് അവറുകളുടെ നാടാണ് ഈ പ്രദേശം. അതിവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉസ്താദിന്റെ നാടാണ്. അതുപോലെ ഉസ്താദിന്റെ മകൻ എന്റെ തൊട്ടടുത്ത താഴെയുള്ള ക്ലാസ്സിൽ പഠിച്ചിരുന്ന അബ്ദുൽ ഹസീബ് ഹുദവിയുടെയും നാടാണ്. അതുകൊണ്ടൊക്കെ ഞാൻ വളരെ ദൂരത്തു നിന്നാണെങ്കിലും സന്തോഷത്തോടുകൂടെയാണ് ഈ സദസ്സിൽ ഞാൻ സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹു മേൽപ്പറഞ്ഞ രണ്ടാളുകളുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും, അവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു മുഴുവൻ നന്മകളും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്നീ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരുപാട് കാലത്തെ അഭിലാഷമായിരുന്ന നമ്മുടെ ഹിദായത്തു സുബിയാൻ മദ്രസ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് അരാജകത്വങ്ങളെ സംബന്ധിച്ച്, അധാർമികതകളെ സംബന്ധിച്ച് ഉള്ള സംസാരം പ്രസക്തമാണ്. മദ്രസയുടെ പേര് ഹിദായത്തു സുബിയാൻ. സുബിയാൻ, സുബിയ് എന്ന് പറഞ്ഞാൽ കുട്ടി, സുബിയാൻ കുട്ടികൾ, അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ തലമുറകളോളം അവരിൽ നന്മ നിലനിർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ഭൗതിക തലങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ജ്ഞാനങ്ങളെക്കാൾ ഇതിനുള്ള ഏറ്റവും വലിയ വ്യത്യാസവും അതാണ്. സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്ന പല വിഷയങ്ങളും അതിനെ വിമർശിക്കുകയല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും അതുമായി ബന്ധപ്പെടേണ്ട, അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരാൻ സാധ്യതയില്ലാത്ത ഒട്ടനേകം കാര്യങ്ങൾ ജീവിതത്തിന്, ആത്മധൈര്യത്തിന്, ഒരു സമാധാനത്തിന് അത്തരം ജ്ഞാനങ്ങൾ നമുക്ക് അനിവാര്യമാണ് എന്ന് പറയാം. എന്നാൽ 5ാം വയസ്സ് മുതൽ ഈ കെട്ടിടത്തിന്റെ അകത്തു നിന്ന് നാം നുകരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന, നമ്മുടെ പേരക്കിടാങ്ങൾ പഠിക്കുന്ന ആ അറിവുകളുണ്ടല്ലോ, അത് സർട്ടിഫിക്കറ്റ് നേടുവാനുള്ളതല്ല.
അല്ലെങ്കിൽ ഞാൻ ഇത്ര ക്ലാസ് പഠിച്ചയാളാണ് എന്ന് അഭിമാനം പറയാനുള്ളതല്ല. അത് ജീവിക്കുവാനുള്ളതാണ്. ഏതുവരെ? ജീവിതാവസാനം വരെ. ഇടയിലൊരു പെൻഷനൊന്നുമില്ല, പ്രായപരിധിയൊന്നുമില്ല. എപ്പോഴാണോ അവരുടെ ജീവിതത്തിന്റെ അന്ത്യം, 55ലോ 85ലോ അതിനപ്പുറമോ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ ജീവിതമാണ് ഈ ചുരുങ്ങിയ മണിക്കൂറുകളിൽ ഈ കെട്ടിടത്തിനകത്ത് നിന്ന് അവർ നേടിയെടുക്കുന്നത്. ഹിദായത്ത്, സന്മാർഗം അതാണ്. തിന്മകൾക്കെതിരായി, അരാജകത്വങ്ങൾക്കും അധാർമികതകൾക്കുമെതിരായി നമ്മുടെ മക്കൾ അറിവ് നേടുന്ന, ജ്ഞാനം തേടുന്ന, ഇൽമു പഠിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനാണ് നാം നവീകരണം നടത്തി ഇന്നിവിടെ അതിന്റെ പ്രൗഢോജ്വലമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ മദ്രസാ പഠനം കഴിഞ്ഞവരാണ്. മക്കളെയും പേരക്കുട്ടികളെയുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നവരാണ് എന്നുള്ളവരാണെങ്കിൽ തന്നെയും ഈ ലോകത്ത് നടക്കുന്ന നിരവധി അധാർമികതകളെക്കുറിച്ച് ചിന്തിക്കൽ അനിവാര്യമാണല്ലോ. മനസ്സുകൊണ്ടും നാവുകൊണ്ടും കൈകൾ കൊണ്ടും ആ തിന്മകളെ പ്രതിരോധിക്കാൻ നമ്മുടെ ബാധ്യതയുണ്ടല്ലോ. നമ്മളത് ഏറ്റെടുക്കേണ്ടവരാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ചരിത്രപ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നിരവധി തവണ തന്റെ അടുക്കൽ വന്ന് തന്നെ ഉപദേശിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത ഒരു ഉപദേഷ്ടാവുണ്ടായിരുന്നു. സൂഫിയായിരുന്നു അദ്ദേഹം. ബഹുലൂൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. താരീഖിന്റെ കിതാബുകളിൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം അവമതിക്കപ്പെടുന്നവനും ഭ്രാന്തമായി ചിത്രീകരിക്കപ്പെടുന്നവനുമായിരുന്നു. പക്ഷേ ഖലീഫയോട് കുറിക്കുകൊള്ളുന്ന കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും സ്തബ്ധനാക്കിയിരുന്ന വ്യക്തിയായിരുന്നു ഈ മഹാൻ എന്ന് താരീഖിന്റെ കിതാബുകളിൽ കാണുവാൻ കഴിയും. അദ്ദേഹം ഒരിക്കൽ ബസ്റയുടെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറെ കുട്ടികൾ നിന്ന് ഒരു വഴിയിൽ കളിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മാത്രം ഈ കളിയിലൊന്നും ഉൾപ്പെടാതെ മാറി നിൽക്കുന്നു. സ്വാഭാവികമായും ഇദ്ദേഹം കരുതി ഈ കുഞ്ഞിനെ മറ്റുള്ളവർ കളിക്കാൻ കൂട്ടാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവന് കളിയിൽ താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കും. കുഞ്ഞിന്റെ അടുക്കൽ പോയി ചോദിച്ചു, മോനെ, എല്ലാവരും കളിക്കുകയാണല്ലോ, നീ മാത്രം എന്താണ് കളിയിലൊന്നും ഏർപ്പെടാത്തത്? ഈ പിഞ്ചുബാലൻ അത്ഭുതത്തോടെയാണ് ചോദ്യകർത്താവായ സൂഫി വര്യന്റെ മുഖത്തേക്ക് നോക്കിയത്. നിങ്ങൾ എന്തായി പറഞ്ഞത്? കളിക്കാനോ? നിങ്ങൾ കളിക്കാമെന്നവരാണോ? ഞാൻ ഈ കുട്ടികൾ കളിക്കുന്നതാണ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്. മോനെ, പിന്നെ നമ്മൾ എന്തിനു വന്നവരാണ് ഈ ലോകത്ത്? ഈ കുഞ്ഞു പറഞ്ഞു, ലിത്വലബിൽ ഇൽമി വൽ ഇബാദ, നമ്മൾ അറിവ് തേടാൻ വന്നവരാണ്. നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വന്നവരാണ്. സൂഫി ചോദിച്ചു, നിനക്കെങ്ങനെയാണ് മോനെ അത് മനസ്സിലായത്? കുട്ടികളൊക്കെ കളിക്കുകയാണല്ലോ, എല്ലാവരും കളിക്കുക ആനന്ദിക്കുകയൊക്കെ ചെയ്യാണല്ലോ, നിനക്ക് മാത്രം എങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടവരില്ലെന്നും നമ്മൾ അറിവ് തേടേണ്ടവരും ഇബാദത്ത് ചെയ്യേണ്ടവരുമാണ് എന്ന് മനസ്സിലായത്? ഈ ബാലൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായത് ഖുർആനിലെ ഒരു വചനത്തിൽ നിന്നാണ്. അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഖുർആൻ
ഖുർആനിൽ അല്ലാഹു തആല മനുഷ്യരായ നമ്മോട് ചൂണ്ടിക്കാണിച്ച ഒരു വചനമാണെന്ന് ഈ ബോധ്യത്തിലേക്ക് എത്തിച്ചത്. അഫഹസിബതും, മനുഷ്യരെ നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വെറുതെ പടച്ചവരാണെന്ന്, കളിക്കാനും ചിരിക്കാനും ആനന്ദിക്കുവാനും ആഹ്ലാദത്തോടെ ജീവിക്കുവാനും സുഖഭോഗങ്ങളിൽ ഏർപ്പെടാനും മാത്രമാണ് ഈ ലോകത്തേക്ക് നിങ്ങളെ അയച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ജീവിക്കുകയും ചെയ്താൽ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും ഈ നിമിഷങ്ങളെക്കുറിച്ച്, മണിക്കൂറുകളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതകാലത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദ്യം ചെയ്യുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തമ്പുരാന്റെ ഈ ചോദ്യമാണ് എന്നെ ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചത് എന്ന ആ പിഞ്ചുബാലൻ മറുപടി പറയുകയാണ്. ആ സൂഫി ആകെ അത്ഭുതപ്പെട്ടുപോയി. പടച്ചോനെ, എങ്ങനെയാണ്, ഏതാണ് ഈ കുഞ്ഞ്? ഈ കുഞ്ഞിനെങ്ങനെയാണ് ഈ നന്മ കിട്ടിയത്? ഇതാരുടെ മകനാണ്? അവിടെ കുറച്ചപ്പുറത്ത് പോയിട്ട് ഈ സൂഫി വര്യൻ പരിസരങ്ങളിലുള്ള ആളുകളോട് അന്വേഷിച്ചു. കുട്ടികൾ കളിക്കുമ്പോൾ കളിയിലേർപ്പെടാതെ മാറി നിൽക്കുന്ന സുന്ദരമായ ആ ബാലൻ ഏതാണ്? ആളുകൾ മറുപടി പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ ആ കുഞ്ഞിനെ? അത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മോനാണത്, ഒരു ബാലനാണത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഈ പണ്ഡിതൻ, ഈ സൂഫീവര്യൻ ആത്മകഥം ചെയ്തത്, നല്ല വൃക്ഷത്തിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത്. വൽ അർളു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഫലഭൂഷ്ടമായ ഭൂമിയിൽ നിന്നാണ് നല്ല വിളകളുണ്ടാകുന്നത്, കുലകളുള്ള വിളകളുണ്ടാകുന്നത്, കട്ടിയുള്ള ധാന്യങ്ങളുള്ള വിളകളുണ്ടാകുന്നത് നല്ല ഫലഭൂഷ്ടമായ ഭൂമിയിൽ നിന്നാണ്. ഈശ്വരമായ ഭൂമിയിൽ നിന്നാവട്ടെ, ഫലഭൂഷ്ടമല്ലാത്ത ഭൂമിയിൽ നിന്നാവട്ടെ, പതിരുകൾ നിറഞ്ഞ ഉപകാരമില്ലാത്ത ചെടികൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് സംബന്ധമായി പറയുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഈ ലോകത്ത് ധർമ്മം ചെയ്യാൻ വന്നവരാണ്, അധർമ്മത്തിനെതിരാകാൻ വന്നവരാണ്, നന്മ ചെയ്യാൻ വന്നവരാണ്, തിന്മയെ പ്രതിരോധിക്കുവാൻ വന്നവരാണ്. കേവലം തിന്മയെ പ്രതിരോധിക്കലല്ല, നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങൾ മുഴുവൻ ഖൈറായ കാര്യങ്ങൾ കൊണ്ട് നിറക്കുവാനും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും വന്നവരാണ് നമ്മൾ. നമ്മൾ മാത്രം നന്നായാൽ പോരാ, വ്യക്തിപരമായി നന്മകളിൽ നന്മയുണ്ടായാൽ പോരാ, നമ്മിൽ ഖൈറുണ്ടായാൽ പോരാ. പിന്നെ ഒരു തിന്മ നമ്മൾ കാണുമ്പോൾ അതിനെ മനസ്സുകൊണ്ട് എതിർക്കുകയല്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളതിനെ പ്രതിരോധിക്കണേ. നിങ്ങളുടെ മക്കളിൽ ഒരരാജകത്വം കാണുമ്പോ, നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങളൊരു തിന്മ കാണുമ്പോ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു തിന്മയിൽ നിങ്ങൾ ഒരു തെറ്റ് കാണുമ്പോ, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയിൽ നിങ്ങൾ ഒരു അരുതായ്മ കാണുമ്പോ, കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളത് ചെയ്യുക.
അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് പറഞ്ഞ തിന്മയെ എതിർക്കുക. മോനോട് പറയുക, മോളോട് പറയുക, സഹോദരനോട് പറയുക, ഭാര്യയോട് പറയുക, നാട്ടുകാരോട് പറയുക, അയൽവാസിയോട് പറയുക. ഇതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ലേ? ആ തിന്മയെ നിങ്ങൾ മനസ്സുകൊണ്ട് എതിർക്കണേ, മനസ്സുകൊണ്ട് ആ തെറ്റിന് നിങ്ങൾ വെറുക്കണേ. ഫദാലിക അൽഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ബലഹീനമായ ഭാഗമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഈ പറഞ്ഞതിൽ ഏതാ നടക്കുന്നത്? ചിന്തിക്കും. ഈ പറഞ്ഞതിൽ ഇന്നേതാ നടക്കുന്നത്? ഒരു തരം യാന്ത്രികമായ ജീവിതം. ഈമാനുണ്ടോ? ഉണ്ട്. എന്നാൽ ഈമാനിന്റെ പ്രതിഫലനം ജീവിതത്തിലുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ചോദിക്കുകയാണ്, ഉണ്ടോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളൊക്കെ മുഅ്മിനായി ജീവിക്കുന്നതിന്റെ അടയാളങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ, ശരീരത്തിൽ, പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനീങ്ങളെ, ഒരു പള്ളിയിൽ 1000 ആളുകൾ നിസ്കരിച്ചാൽ, 1000 ആളുകൾ ഒരു പള്ളിയിൽ നിസ്കരിച്ചാൽ അതിൽ നിന്ന് ഒരാളുടെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കാത്ത ഒരു കാലം വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നിസ്കാരമുണ്ട്, സ്വീകാര്യയോഗ്യമായ നിസ്കാരമില്ലാത്തൊരു കാലം അല്ലേ? 20 ആളുകൾ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ, ഹദീസിൽ പറയുന്നതാണ്, അവരിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ കാണാൻ കഴിയാത്തവരവസ്ഥ. ഇവജ്തമഅ 20 റജുല ഔ അക്തർ, 20 അതിൽ കൂടുതൽ ആളുകളോ ഒരുമിച്ച് കൂടിയാൽ, ഒരു കല്യാണ നിശ്ചയത്തിന് ഒരുമിച്ച് കൂടിയാൽ, ഒരു സൽക്കാരത്തിൽ ഒരുമിച്ച് കൂടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയാൽ, ഫലം യകുൻ ഫീഹിം മൻ യഹാബ്ബു ഫില്ലാഹ്, ആ 20 ആളുകളിൽ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരാളില്ലാത്ത കാലം ഖിയാമത്ത് നാളിന്റെ അടുത്ത കാലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ദുആ ചെയ്യാൻ ഒരാളില്ല, അവിടെ ഒരു ഫാത്തിഹ ഓതാൻ ആളില്ല. പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളികളിൽ ഇമാമു നിൽക്കാൻ യോഗ്യതയുള്ള ഒരാൾ ആ നാട്ടിലില്ലാത്ത കാലം ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഇമാമ് പെരുന്നാളിന് ലീവിൽ പോയാൽ, മുഅല്ലിം പെരുന്നാളിന് അനിവാര്യമായി ലീവിൽ പോയാൽ, നാട്ടിൽ പിന്നീട് ആ വഖ്ഫുകൾക്ക് നിസ്കാരത്തിൽ നേതൃത്വം നൽകാൻ കഴിയാത്ത ഒരാളെ കിട്ടാത്ത കാലം ഖിയാമത്ത് നാളിനോടടുത്ത കാലമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലം വന്നോ? ഈ കാലമായോ? നമ്മിലൂടെ ഈ കാലം പുലർന്നോ? ഈമാനിന്റെ അഹ്ലുകാരെ നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നമ്മളൊക്കെ വലിയ നിസ്കാരക്കാരാണ്, ഈമാനുള്ള ആളുകളാണ്, മുഅ്മിനീങ്ങളാണ് അല്ലേ? ഈമാനിന്റെ അടയാളങ്ങൾ ചോർന്നു പോകുന്ന കാലം. ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ മുടി മുതൽ അടിവരെ പരിശോധിച്ചാൽ ചിന്തിക്കുക, അവന്റെ മുടിയുടെ രൂപം ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? തലമറക്കാതിരിക്കുന്ന മുടി വെട്ടിയ ഓരോരുത്തരും അനിസ്ലാമികമായിട്ടത് വെട്ടിയിരിക്കുന്നു, അങ്ങനെ ഒന്നും പറയല്ലത്. അങ്ങനെ ചിന്തിക്കണ്ട, ആരും അങ്ങനെ ആലോചിക്കണ്ട, അങ്ങനെ പറയല്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നഹാ അനിൽ ഖസഇ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ നാഫിഅ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖസഇ എന്ന സമ്പ്രദായത്തെ നിരോധിച്ചു. അപ്പൊ സ്വഹാബികൾ, അവിടെയുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് ഖസഇ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവിടുന്ന് പറഞ്ഞു, ഒരു കുട്ടിയുടെ തലമുടിയുടെ അല്പഭാഗം മുണ്ടനം ചെയ്യുക, ബാക്കി ഭാഗങ്ങൾ അവന്റെ തലയിൽ തന്നെ നിർത്തിയിട്ട് കുറച്ചു ഭാഗം അവൻ വടിച്ചു കളയുകയും ബാക്കിയുള്ള ഭാഗം അവൻ നിർത്തുകയും ചെയ്യലാണ് ഖസഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിലക്കി. ഒരിക്കൽ ഒരു കുട്ടി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നപ്പോൾ ആ കുട്ടിയുടെ തലമുടിയുടെ രൂപം ഇങ്ങനെയായിരുന്നു. അവന്റെ മുടി ഇങ്ങനെ ഒരു ഭാഗത്തിങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, താഴോട്ട് തീരെയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയുടെ ചുറ്റുഭാഗത്തുള്ള രക്ഷിതാക്കളോട് പറയുകയാണ്, ഒന്നുകിൽ നിങ്ങൾ ഈ കുട്ടിയുടെ തലമുടി പൂർണ്ണമായും വടിച്ചു കളയുക, അതല്ലെങ്കിൽ ആ തലമുടി ഒരേ രൂപത്തിൽ എല്ലായിടത്തും നിലനിർത്തുക. വിരോധിക്കുന്നതിന് കാരണവും പറയുകയാണ്, ഇത് ജൂതന്മാരുടെ സമ്പ്രദായമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബ് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചിന്തിക്കുക, ചെറുപ്പക്കാരൻ അവന്റെ തലമുടി അലങ്കരിക്കുമ്പോ നമ്മൾ ആലോചിക്കുക, ആരെ അനുകരിച്ചുകൊണ്ടാണ് ഈ തലമുടി അവൻ വെട്ടിയിരിക്കുന്നത്? സിനിമാ നടനെയാണോ, ക്രിക്കറ്റ് താരത്തെയാണോ, ഫുട്ബോൾ താരത്തെയാണോ? ഏതൊക്കെ രൂപങ്ങളിലും കോലങ്ങളിലുമാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ഇടയിൽപ്പെട്ടവർ അവരുടെ തലമുടിയെ അലങ്കരിക്കുവാറുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ജൂതന്മാരുടെ അനുകരണം നമ്മുടെ തലമുടിയിൽ ചെയ്യുന്നവരാണോ നമ്മൾ? 3 വയസ്സുള്ള കുഞ്ഞിന്റെ തലമുടി വെട്ടുമ്പോൾ പിതാവേ, നീ ഒരുപക്ഷേ ചിന്തിക്കില്ല, ഞാൻ ഈ ചെയ്യുന്നത് ജൂതന്റെ പണിയാണ് എന്ന് ആലോചിക്കില്ല. അങ്ങനെയായിട്ടല്ല നിങ്ങളത് ചെയ്യുന്നതും നമുക്കറിയാം. അങ്ങനെ ഒരാളും ആലോചിക്കില്ല. അറിയാതെ സംഭവിക്കുന്നതാണ് ജൂതന്റെ കുതന്ത്രങ്ങൾ. അനുകരണങ്ങളിലൂടെ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വന്നിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ദിവസങ്ങൾ ഇങ്ങനെ പെരുന്നാളിന്റെ ആ ഒരു സമയത്തൊക്കെ സാധാരണ പള്ളിയിലൊക്കെ വരുന്ന എനിക്ക് പരിചയമുള്ള പല ചെറുപ്പക്കാരും നല്ല താടി വെച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ, എല്ലാവർക്കും നല്ല താടി, വാളൊക്കെ ഫലവത്തായി. ഉസ്താദുമാര് കുറെ കാലമായല്ലോ താടിയൊക്കെ വെക്കാൻ പറയാൻ തുടങ്ങിയിട്ട് എല്ലാവരും അത് സ്വീകരിച്ചു. അൽഹംദുലില്ലാ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഒരു കല്യാണം ഉണ്ടായി. അതിലിങ്ങനെ പങ്കെടുത്തപ്പോ പുതിയാപ്പിള ഇങ്ങനെ വരികയാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ വിചാരിക്കുന്ന കല്യാണത്തിലല്ല കേട്ടോ അത്. നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടോ അതിപ്പോ എവിടെ നടന്ന കല്യാണമായിരിക്കും? പടച്ചോനെ, ഞാൻ പങ്കെടുത്തിട്ടുണ്ടല്ല. നിങ്ങളാരും ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ കല്യാണത്തിൽ കൂടിയപ്പോ ആ പുതിയാപ്പിളയുടെ കൂടെ ഒരു 10-25 ചെറുപ്പക്കാരും, എല്ലാരും ഒരേ യൂണിഫോമാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ താടിയൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അവരൊക്കെ ആ താടിയൊക്കെ പരമാവധി 2-3 രോമങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ വലുതാക്കിയിട്ട് ചില ആളുകൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു കോലം. അങ്ങനെ ചില കുട്ടികളൊക്കെ ഈ സദസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ, ഞാൻ ചീത്ത പറയല്ല കേട്ടോ, എന്നോട് ക്ഷമിക്കണം നിങ്ങൾ, അവരിങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ഇങ്ങനെ സ്റ്റൈലിൽ ഇങ്ങനെ വരുമ്പോഴാണ് എന്റെ അടുക്കൽ ഒരാളോട് ഞാൻ ചോദിച്ചത്, എന്താ ഇങ്ങനെ ഒരു കോലം? എല്ലാവരും ഉണ്ടല്ലോ, എന്തത് പ്രത്യേകം? ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുകയാണല്ലോ.
ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്, അത് പുതിയ ഇറങ്ങിയതായിരിക്കുന്ന ഒരു സിനിമയിലുള്ള നായകന്റെ വേഷതാണ് പോലും. സുബ്ഹാനല്ലാഹ്, ഇതാണ് നമ്മുടെ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നേരത്തെ കണ്ട താടി വയറിന്റെ ഇഫക്റ്റ് കൊണ്ടുണ്ടായ താടിയല്ല, സിനിമ കണ്ടിട്ടുണ്ടായ താടിയാണ്. എല്ലാവരും താടി വെച്ച ആളുകളൊക്കെ സിനിമ കണ്ടിട്ട് വെച്ച താടിയാണെന്നൊന്നും അല്ല പറയുന്നത്, അങ്ങനെ വെച്ചുപോയിരിക്കുകയാണ്. താടി വെക്കൽ തെറ്റല്ലല്ലോ, ആണോ? കറുത്ത കുപ്പായമിടൽ തെറ്റല്ലല്ലോ, വെള്ളമുണ്ടൊടുക്കുകയല്ലേ വേണ്ടത്? ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാൻ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം, അത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ ആളുകളെ നിങ്ങൾ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആ രണ്ടാമത്തെ കാര്യത്തിൽ ഇന്ന് വരെ ഒരാൾ വിട്ടുവീഴ്ച വരുത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ നാട്ടിലുണ്ടാകണമെന്ന് എനിക്കറിയില്ല. മൗത്താക്കും, മരിച്ച ഏതെങ്കിലും ആളെ കള്ളിയിലോ കളർ വസ്ത്രത്തിലോ കഫൻ ചെയ്തതായിട്ട് അറിയില്ല. സുന്നത്ത് ഇൽബസു, നമ്മൾ ധരിക്കുകയും മരിച്ചാൽ അത് ധരിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ്. തെറ്റല്ല, താടിവെക്കൽ തെറ്റല്ല. ഈ പറഞ്ഞതൊക്കെ തെറ്റാകുന്നതെപ്പോഴാണ്, പാപമാകുന്നതെപ്പോഴാണ്? അനുകരണീയനല്ലാത്ത വ്യക്തിയുടേതാകുമ്പോഴാണ്. അനുകരണീയനല്ലാത്ത ഒരു മുഅ്മിനിനെ അനുകരിക്കുവാൻ പാടില്ലാത്ത, മുഅ്മിൻ അനുകരിക്കേണ്ടതാരെയാണ്? മുഅ്മിനെ സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടതാരെയാണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. അതുകൊണ്ടത് ആഗ്രഹിക്കുന്നവരെ, അത് സ്വീകരിച്ചവരെ, അങ്ങനെ ധരിക്കുകയും അതിൽ മാനസികമായി ആനന്ദം കണ്ടെത്തുകയും ചെയ്തവരെ നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടവരാണ്, നിങ്ങൾ തൗബ ചെയ്യേണ്ടവരാണ്. നമ്മളൊക്കെ വിചാരിക്കും അതൊക്കെ എത്ര നിസ്സാരമാണെന്ന്. അല്ല കേട്ടോ, അത് മതിയല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ഈ ചട്ടക്കൂടിൽ നിന്ന് പലപ്പോഴും നമ്മൾ ബഹിഷ്കൃതരാകാൻ വരെ അത്തരം കാര്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ ആയിരുന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും അത് തന്റെ ആചാരമാക്കിയാൽ, അത് തന്റെ നിയമമാക്കിയാൽ, അത് തന്റെ മാർഗമായി സ്വീകരിച്ചാൽ അപകടമാണ് ചെറുപ്പക്കാരെ. അതുകൊണ്ടാണ് സ്നേഹത്തോടെ ഞാൻ പറയുന്നത്, നമ്മുടെ ചെറുപ്പക്കാരൻ അങ്ങനെ അനുകരിക്കുന്നവനാകരുത്, സ്വീകരിച്ചവനാകരുത്. അവൻ അതിനെ പ്രതിരോധിക്കേണ്ടവനാണ്, അതിനെ ഉപേക്ഷിക്കേണ്ടവനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിലും അത്തരം വസ്ത്രങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇവിടേക്കാണ്. വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നിർബന്ധമായ കാര്യമാണ്, സുന്നത്താണ്. പല ഘട്ടങ്ങളിലും നല്ല വസ്ത്രം ധരിക്കുക എന്നത് അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യവുമാണ്. ചെളിയായ വസ്ത്രം, ചുളിഞ്ഞ വസ്ത്രം അതല്ല, നല്ല വസ്ത്രം ധരിക്കൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബി ചോദിച്ചത്, നബിയേ, ഞങ്ങൾ നല്ല വസ്ത്രം ധരിക്കലും കാലിൽ നല്ല ചെരുപ്പിടലുമാണോ നബിയേ ധൂർത്ത്? അല്ല, അതല്ല ധൂർത്ത്, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു തആല നിങ്ങളങ്ങനെ സൗന്ദര്യത്തോടുകൂടെ നടക്കുന്നതിന് വിരോധമുള്ള ആളല്ല. പിന്നെ എന്താ പ്രശ്നം? ഈ നടന്റെ വസ്ത്രം ധരിക്കുക, അതുപോലെ പ്രശസ്തമായ വസ്ത്രങ്ങൾ ധരിക്കുക, പ്രശസ്തിയുടെ വസ്ത്രങ്ങൾ ധരിക്കുക. ചിന്തിക്കുക, ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന സിനിമയിലുള്ളതാണ്, ഇത് ഇന്ന സിനിമാ നടൻ ധരിച്ചതാണ്, ഇത് ഇന്ന നടി ധരിച്ചതാണ്, അല്ലേ? ടെക്സ്റ്റൈൽസുകളിലൊക്കെ പോയാൽ ചില സിനിമയുടെ പേരുകളിൽ തന്നെ കൊച്ചുകുട്ടികളുടെ വസ്ത്രങ്ങൾ പോലും കിട്ടും.
ഹദീസ് ഇതാണ്, മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ്ദുനിയാ, ആരെങ്കിലും ഐഹികമായ ലോകത്ത് പ്രശസ്തിയുടെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ ഫിൽ ആഖിറ, അല്ലാഹു തആല അവനെ നാളെ പരലോകത്ത് നിന്ദ്യതയുടെ വസ്ത്രം ധരിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ടീഷർട്ട് ഇടുമ്പോൾ ചില ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ നമ്മൾ ആലോചിക്കണം. ഗൾഫിൽ നിന്ന് ടീഷർട്ടുകൾ കൊണ്ടുവരും. ടെക്സ്റ്റൈൽസുകളിൽ പോയാൽ നല്ല ടീഷർട്ടുകൾ കിട്ടും. ചെറുപ്പക്കാർ ചിന്തിക്കണം, എന്താണ് അവരുടെ പിന്നിൽ എഴുതിയിട്ടുള്ളത്. പലപ്പോഴും ചിത്രങ്ങൾ ആലേഖിതമായ ടീഷർട്ടുകൾ അവർ ധരിക്കുമ്പോ അവരറിയുന്നില്ല, അവരല്ലാഹുവിനെ വെല്ലുവിളിക്കുകയാണ്, അവർ ദീനിന്റെ സംസ്കാരത്തെ ഇകഴ്ത്തുകയാണ്. എന്റെ സംസ്കാരം ദീനല്ല, എന്റെ സംസ്കാരം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട പലരും ഇത്തരം ടീഷർട്ടുകൾ ധരിക്കുന്നത്. അതിന്റെ പിന്നിൽ ഡെവിൾ എന്നെഴുതിയ ടീഷർട്ടുകൾ ധരിക്കുന്നത് എങ്ങനെയാണ്? ഡെവിൾ എന്ന് പറഞ്ഞാൽ പിശാച്, ബാഡ് ബോയ് എന്നെഴുതിയ ടീഷർട്ട് ധരിക്കാൻ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ചെഗുവേരയുടെ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട ടീഷർട്ട് ധരിക്കാൻ എങ്ങനെയാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തയ്യാറാകുന്നത്? അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ ഫിൽ ആഖിറ, അല്ലാഹു അവനെ പരലോകത്ത് നിന്ദ്യതയുടെ വസ്ത്രം ധരിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലു ആവേശത്തോടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഞാൻ നിങ്ങളെ ഒഴിവാക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ വസ്ത്രങ്ങളിൽ അധികവും വിദേശി വസ്ത്രങ്ങളാണ്. അല്ലേ? നമ്മുടെ സ്വഭാവങ്ങൾ ഒക്കെ വൈദേശികമായ ഒരു സ്വാധീനം അതിന് വല്ലാതുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് അന്നത്തെ മഹാനായ നമ്മുടെ ആരോട് സുഭാഷ് ചന്ദ്രബോസിനോട് ഗാന്ധിജി ഇങ്ങനെ ഈ വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്തപ്പോ ഇദ്ദേഹം ഒരിക്കലിങ്ങനെ സഞ്ചരിക്കുമ്പോ അദ്ദേഹത്തോടൊരു ബ്രിട്ടീഷുകാരൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ എല്ലാ വിദേശ ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ ഷൂ അത് വിദേശിയാണല്ലോ, അത് ബ്രാൻഡഡ് ആണല്ലോ, വലിയ പുറത്തുനിന്ന് വരുത്തിയതാണല്ലോ. ഇദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, ശരി, അതുമാത്രമേ ഉള്ളൂ, ഞാൻ കാലിനടിയിലാണ് അതിന് സ്ഥാനം നൽകിയിരിക്കുന്നത്. അല്ലേ? ചിന്തിക്കുക. എന്നെ രൂക്ഷമായിട്ട് വിമർശിക്കാന്ന് വിചാരിക്കേണ്ട, പക്ഷേ നമ്മളിലൊക്കെയുള്ള സ്വാധീനം. നിങ്ങൾ ജീൻസിനെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്. ജീൻസ് ഇട്ട ആളുകളൊക്കെ ഇയാള് പടച്ചവനിത് എവിടുന്നാണ് ഈ വരുന്നതെന്ന് കുരിശ് എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. പടച്ച റബ്ബേ, അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ പെരുമാറാകട്ടെ. എന്നൊക്കെ നമ്മൾ ചിന്തിക്കാന്ന് മാത്രം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ജീൻസിനെ കുറിച്ച്, എങ്ങനെയാണത് ഉണ്ടായത്. ആ ജീൻസ് കണ്ടെത്തിയ ആള്, ഞാൻ അതിന്റെ പേര് ഓർക്കുന്നില്ല, നെറ്റിലൊരിക്കൽ സെർച്ച് ചെയ്തപ്പോ കണ്ടതാണ്. ജീൻസ് കണ്ടെത്തിയ ആള് അത് കണ്ടെത്താനുള്ള, നിങ്ങൾ അതിശയോക്തിയായിട്ട് ആരെങ്കിലും എഴുതിയതാണെന്നൊന്നും അറിയില്ല, ഏറ്റവും വലിയ വിശ്വാസയോഗ്യമായൊരു കാര്യമായിട്ട് പറയില്ല, എന്നാലും ഏറെക്കുറെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അത് കണ്ടെത്തിയ ആള് വീട്ടിൽ ദരിദ്രനായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ വരുമ്പോ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ എല്ലാ ദിവസവും വസ്ത്രം അലക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കും. നാളെ സ്കൂളിൽ പോകണമെങ്കിൽ അലക്കിയ വസ്ത്രം വേണം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ച തമ്പുരാനെ, അള്ളാഹിനെ വിളിച്ചോന്നറിയില്ല, അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും അലക്കാൻ കഴിയാത്ത ഒരു വസ്ത്രം കണ്ടെത്തിയാൽ, അലക്കാൻ ആവശ്യമില്ലാത്ത ഒരു വസ്ത്രം കണ്ടെത്തിയാൽ അത് നല്ല സൗകര്യമാവുമല്ലോ. അങ്ങനെയുള്ള ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ജീൻസൊക്കെ എല്ലാ ദിവസവും അലക്കുന്ന ജീൻസാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയതിന്റെ കാരണം ഇതാന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? നമ്മുടെ പലരുടെയും നിസ്കാരം സ്വഹീഹാണല്ലോ. അല്ലേ? ചിന്തിക്കുക. നിസ്കരിക്കും ചെറുപ്പക്കാര്. നിസ്കരിക്കുമ്പോ ഈ ജീൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോട് പലപ്പോഴും വല്ലാതെ ഇറുകിപ്പിടിപ്പിക്കുന്ന ഒരു വസ്ത്രമാണ്.
ആണോ? ഇവിടെ ആരും ജീൻസ് ഒന്നും ഇടുന്നവരില്ല പടച്ച റബ്ബേ. എന്നാലും ചിന്തിക്കാലോ. അത് കാരണം വേറൊരു പ്രശ്നം കൂടെ നമ്മുടെ ശരീരത്തിനുണ്ട്. പഴയ കാലത്തൊക്കെ എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്നാ പറഞ്ഞിരുന്നത്. ഇന്ന് എരിയുന്ന പൊരിയുന്ന വയറല്ല, എന്നിങ്ങനെ വീർത്തു വരുന്ന വയറാണ് എല്ലാവരുടെയും പ്രശ്നം. നടത്തോ അല്ല, എക്സസൈസും ഇല്ല, പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നിട്ടല്ല വരിക, വാഹനത്തിലായതുകൊണ്ട് എല്ലാവർക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ അവര് പ്രയാസപ്പെടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വയറ് വീർക്കുക എന്നുള്ളതിലാണ്. വലിയ കുമ്പുണ്ടാവുക, വീർത്ത വയറുണ്ടാവുക, അത് ചുരുക്കാനുള്ള പരിശ്രമമാണ്. അതും കൂടെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ പാന്റ് അവർ ധരിക്കുന്നത് പൊക്കിളിന്റെ ഒരുപാട് താഴെയായിരിക്കും. ചെറുപ്പക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്, ആൺകുട്ടികളുടെ കാര്യം. സദസ്സിലൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നതായി, ഞാനൊന്നും അങ്ങനല്ല, നിങ്ങളെ കുറിച്ചല്ല പറയുന്നെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ സാധാരണ ഷർട്ടൂട്ട് നിസ്കരിക്കുമ്പോ എങ്ങനെയാണ് ഈ നിസ്കാരം സ്വഹിയാവുക? നീ ജുമാക്ക് പോയിരുന്നോ? പോയിരുന്നു. ജുമാ സ്വഹിയായിട്ടില്ല. നിര്യാണിയുടെ താഴോട്ടിറങ്ങുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ശ്രദ്ധയുമില്ലാതെ, ഒരാലോചനയുമില്ലാതെ ഇത്തരം വസ്ത്രങ്ങൾ തന്റെ ജീവിതത്തിന്റെ സർവവുമായി കണ്ട്, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാൻ പറയുകയല്ല, എന്റെ കൂട്ടുകാരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ മദ്രസയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അന്നത്തെ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ എന്നെങ്കിലും വരുമ്പോ, ഈ ഏതാനും മണിക്കൂറുകൾ നമ്മൾ ഈ സംസാരിച്ചതിന്റെ എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടാകുമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ പ്രിയപ്പെട്ടവരെ. നജസിലേക്ക് നമ്മുടെ വസ്ത്രം പോകുമ്പോ, മൂത്രപ്പുരയിലേക്ക് പോയി നമ്മുടെ പാന്റിലും നമ്മുടെ ജീൻസിലും നമ്മുടെ വസ്ത്രത്തിലുമൊക്കെ നജസാകുമ്പോ നമ്മുടെ നിസ്കാരം എങ്ങനെ സ്വഹീഹാവാനാണ്? അപ്പൊ പിന്നെന്താ മാർഗം? അതിൽ ശ്രദ്ധ പുലർത്തുക, നജസാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്റെ ഔറത്ത് ഒരിക്കലും മറക്കാതെയല്ല ഞാൻ നിസ്കരിക്കുന്നത്, ഔറത്ത് മറക്കുക എന്ന ഷർത്ത് ഞാൻ പാലിക്കുന്നുണ്ട് എന്ന് തുണി ഉടുക്കുന്നവരും നിസ്കരിക്കുന്നവരും തീർത്തും അവർ ഉറപ്പുവരുത്തുക. അങ്ങനെ ഇബാദത്ത് ചെയ്യുക. അല്ലെങ്കിൽ ഇതൊക്കെയല്ലേ നമ്മുടെ കൂടെയുള്ളൂ? ഈ നിസ്കാരങ്ങളും ഈ ചില്ലറാമലുകളുമല്ലേ നമ്മുടെ കൂടെയുള്ളൂ? അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരെ പോലെ ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ നമുക്ക് വകുപ്പില്ലല്ലോ. സ്വഹാബത്തുൽ കിറാമിനെ പോലെ മുഹറം മാസത്തിന്റെ തുടക്കത്തിലാണ് ഹിജ്റ പോകാൻ നമുക്ക് വകുപ്പില്ലല്ലോ. അതുപോലെ വീടൊഴിവാക്കാനും കുടുംബം ഒഴിവാക്കുവാനും കഠിനമായ യുദ്ധങ്ങളിൽ ഏർപ്പെടുവാനും പ്രയാസങ്ങൾ സഹിച്ച റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കാനും നമുക്ക് സാധ്യമല്ലാത്ത ഈ ഘട്ടത്തില് അള്ളാന്റെ അടുക്കൽ എനിക്കും നിങ്ങൾക്കും മോചിതനാവാനുള്ള മാർഗം എന്താണ്? ഈ കൊച്ചു കൊച്ചു നിസ്കാരങ്ങൾ, ഈ അല്പസമയത്തെ ഇബാദത്തുകൾ, ഈ വാളിന്റെ മജ്ലിസിൽ വന്നുള്ള ഇരിക്കലുകൾ, ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന സദഖകൾ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ എങ്കില് ഉള്ളത് നമ്മൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യുക, ശ്രദ്ധാപൂർവം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ചിന്തിച്ചു നോക്കുക. ഇനി അങ്ങനെയല്ല, ആണിനോടും പെണ്ണിനോടും കൂടെയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം നരകത്തിന്റെ അവകാശികളാണ്. ലം അറഹുമാ, അവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്റെ ജീവിതകാലത്തവർ എന്റെ നാട്ടിലില്ല, മക്കയിലില്ല, മദീനയിലില്ല. ഒന്നാമത്തെ വിഭാഗം ഏതാണ്? ഖൗമും മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ, പശുവിന്റെ വാലുപോലെ നീണ്ട ആയുധങ്ങളുമായി ജനങ്ങളെ ആക്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അധികാരം കിട്ടിയാൽ ജനങ്ങളെ ദ്രോഹിക്കുന്നവരാണ്. വില്ലേജ് ഓഫീസറാണ്, പഞ്ചായത്ത് സെക്രട്ടറിയാണ്, അതല്ലെങ്കിൽ സമാനമായ എന്തെങ്കിലും ഉദ്യോഗമെടുക്കുന്നവനാണ്. ജനങ്ങളെ സേവിക്കേണ്ടതിന് പകരം ജനങ്ങളെ ദ്രോഹിക്കുന്നവനാണ്. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് വന്നാൽ നാളെ വാ, നാളെ ചെന്നാൽ അടുത്ത ദിവസം വാ, അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വാ. ക്രൂരമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും, പോലീസ് ഉദ്യോഗസ്ഥനായാൽ ക്രൂരമായി പെരുമാറുന്ന സ്വഭാവമുള്ളവർ, തന്റെ കയ്യിലുള്ള അധികാരത്തിന്റെ അഹംഭാവം കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഭാഗം
അവരാണ് ഒന്നാമത്തെ വിഭാഗം. ലമ്മറഹുമാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അവരെ. അല്ലേ, ആധുനിക യുഗത്തിന്റെ ഒരു അരാജകത്താണ്. റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സ്വഹാബികളുടെ കാലത്തില്ല. അവരുടെ കാലത്ത് എന്താ ഉള്ളത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കുറെ ആളുകൾ ഇരുന്ന് ഉറങ്ങുകയാണ്. മാഷാ അല്ലാഹ്, എല്ലാവരും എണീറ്റ് നിൽക്കുക. അല്ലാഹ് ഉറങ്ങുന്നവരൊക്കൊന്ന് വിളിക്കുകയില്ല. ഇങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 9 മണിയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് മുഖം കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഉറങ്ങുന്നുണ്ടോ? കുറെ നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാണെങ്കിലും മഴയൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ എത്ര ഉഷാറായിട്ട് ഉറങ്ങുന്നതാണ് ഞാൻ ആലോചിച്ചു. ഈ പന്തലെന്നെ മഴയെ പ്രതീക്ഷിച്ചിട്ടാണ്. പന്തലിട്ടിട്ടില്ലെങ്കിലേ മഴയുള്ളൂ അല്ലേ? പന്തലിട്ടിട്ടില്ലെങ്കിൽ ഉഷാറായി പോയി. പന്തലിട്ടാൽ പക്ഷെ മുതലാവണമെങ്കിൽ നന്നായിട്ടൊന്ന് മഴ ചെയ്യണം തോന്നുന്നുണ്ട്. ഒരു സ്വലാത്ത് ചെല്ല്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഉറക്കും അശ്രദ്ധയൊക്കെ പൂർണ്ണമായിട്ടും പോയ ആളുകൾ മാത്രം ഇരുന്നേ. അള്ളാഹ് കുറെ ആൾ നിന്ന് വേള വെക്കുവോ പടച്ചോനെ? യാ അല്ലാഹ്, അള്ളാഹു എല്ലാവർക്കും ഈമാനും ഇഖ്ലാസും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഈമാനികമായ ആവേശമായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അന്നതില്ല. അന്നങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മുഹമ്മദ് ബിൻ മസ്ലമ എന്ന റസൂലിന്റെ സ്വഹാബിയോട് ഒരിക്കൽ ചോദിച്ചു. മുഹമ്മദ് ബിൻ മസ്ലമ, എങ്ങനെയുണ്ട് എന്റെ ഭരണം? ഒരു അഭിപ്രായം ചോദിക്കുമല്ലോ. വയലോ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വയല്, പാട്ട് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്, എന്നൊക്കെ ചോദിക്കുന്നത് പോലെ റളിയല്ലാഹു അൻഹു ഒരു വിലയിരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എന്റെ ഭരണം? അപ്പോ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ബിൻ മസ്ലമ എന്നുള്ളവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യാം. ഉമറേ, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം ഇന്ന സമയത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നപ്പോ മസ്ലമ പറഞ്ഞു, ഉമർ ഒരു മിനിറ്റ് ഇരിക്കാൻ. ഒരു മിനിറ്റ്. മസ്ലമ, മുഹമ്മദ് ബിൻ മസ്ലമ വീടിന്റെ ഉള്ളിലേക്ക് പോയി വാളെടുത്ത് കൊണ്ടുവന്നു. ആ വാളിങ്ങനെ ഒരു കല്ലിൽ വെച്ച് ഇങ്ങനെ മൂർച്ച കൂട്ടുകയാണ്. ഇങ്ങനെ മൂർച്ച കൂട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമറേ, ഇതുപോലെയുള്ള വാളുകൾ അങ്ങാടിയിൽ വിൽക്കപ്പെടുന്നിടത്തോളം കാലം, ഇതുപോലെയുള്ള വാളുകൾ അങ്ങാടിയിൽ വിൽക്കപ്പെടുന്നിടത്തോളം കാലം എങ്ങനെയാണ് ഉമറേ നീ നീതി പാലിക്കാതിരിക്കുക? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതായത് നീ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വാളുകൾ അങ്ങാടിയിൽ കിട്ടുന്നുണ്ടല്ലോ, നിന്നെ ഞങ്ങൾ ശരിയാക്കൂലേ? പിന്നെ എന്താ ഇത്ര അഭിപ്രായം ചോദിക്കാൻ? ലം അറഹുമ, അവരെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് അവര് അല്ലേ? ഇത് തിന്മക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരല്ല, ഇത് അഹംഭാവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരല്ല. ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയാര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ സ്വഹാബികൾ സൈന്യാധിപൻ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഉറക്കം വരുന്ന ആളുകളൊക്കെ ഒന്ന് ഉറക്ക റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മതി. സയ്യിദുനാ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ ഖലീഫയെ ഇലിയായിലേക്ക്, ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ക്ഷണിച്ചു. ഖലീഫ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഉമർ തങ്ങളെ വിവരം കൊടുത്തു, ഞാൻ ഇന്ന ദിവസം എത്താൻ തീരുമാനിച്ചു. ആ ദിവസം ഖുദ്സിന്റെ മണ്ണ് നിറയെ ആളുകൾ അമീറിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആരൊക്കെ? ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഉമറിന്റെ കയ്യിലാകെയുള്ളത് ഒരു ഒട്ടകം മാത്രമാണ്. തന്റെ കൂടെയുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭൃത്യനുമുണ്ട്. ഇവർ രണ്ടുപേരും പോകുന്നതെങ്ങനെയാണ്? ഭൃത്യനോട് ഖലീഫ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇത്ര ദൂരം നീ കുതിരപ്പുറത്ത്, ഒട്ടകപ്പുറത്ത്, അപ്പൊ ഞാൻ നടക്കാം, അത് കഴിഞ്ഞ് ഞാൻ കയറാം,
അപ്പൊ നീ നടക്കുക. അങ്ങനെ കിലോമീറ്ററുകളോളം അവരിങ്ങനെ യാത്ര ചെയ്ത് നിശ്ചിത ദിവസം അവർ ഖുദ്സിന്റെ മണ്ണിൽ നിൽക്കുകയാണ്. ദൂരെ നിന്ന് അബൂ ഉബൈദ കണ്ടു ഖലീഫ വരുന്നത്. കുതിരപ്പുറത്തുള്ളത് ഒട്ടകപ്പുറത്തുള്ളത് ഖലീഫയല്ല എന്ന് മനസ്സിലായി. ഓടിച്ചെന്നപ്പോ ഖലീഫയെ കാണുന്നത് കുതിരപ്പുറത്ത് നിന്ന് ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ചെരിപ്പിങ്ങനെ കയ്യിൽ പിടിച്ചു നടക്കുന്നതായിട്ടാണ്. വസ്ത്രമാണെങ്കിൽ ആകെ മുഷിഞ്ഞിരിക്കുന്നു. അബൂ ഉബൈദ ചോദിച്ചു, ഖലീഫ ഇതെന്താ? നിങ്ങളുടെ ഭൃത്യമേ ആ ഒട്ടകപ്പുറത്ത് നിന്നിറക്കിയിട്ട് നിങ്ങൾക്കതിന്റെ മുകളിൽ കയറിക്കൂടെ? നിങ്ങളുടെ ചെരുപ്പ് ഞാൻ പിടിക്കാം, നിങ്ങളുടെ വസ്ത്രങ്ങളൊന്ന് മാറിക്കൂടെ? വേണ്ട അബൂ ഉബൈദ, ഒരിക്കലും അത് ചെയ്യേണ്ടതില്ല. വീണ്ടും നിർബന്ധിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് അബൂ ഉബൈദ നിങ്ങൾ പറയുന്നത്? നമ്മളൊക്കെ ചെരുപ്പ് കൊണ്ട് വലുതാകുന്നവരല്ലല്ലോ, നമ്മളൊന്നും വസ്ത്രം കൊണ്ട് വലുതാകുന്നവരല്ലല്ലോ. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളെയൊക്കെ അല്ലാഹു തആല ഇസ്ലാം കൊണ്ടല്ലേ വലുതാക്കിയത്. നമ്മളൊന്നുമില്ലാത്തവരായിരുന്നില്ലേ? നമ്മൾ നാടില്ലാത്തവരല്ലേ? നമ്മൾ ഭരണമില്ലാത്തവരല്ലേ? നമ്മൾ വീടില്ലാത്തവരല്ലേ? ഇസ്ലാം കൊണ്ടല്ലേ അല്ലാഹു നമ്മെ ഇസ്സത്തിലാക്കിയതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതോ ഒന്നാമത്തെ വിഭാഗം ക്രൂരന്മാരായ ഭരണാധികാരികൾ. രണ്ടാമത്തെ വിഭാഗം ഏതാ? വനിസാ. രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാണ്. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്. പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. ഇവർ പറയാണ്, ലം അറഹുമ, എന്റെ കാലത്ത് അവരില്ല. അതല്ലെങ്കിൽ മറ്റൊരർത്ഥം, ഞാനവരെ കാണാതിരിക്കട്ടെ. ഇത്രയും മോശമായി വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അല്ലേ? നഗ്നരാണ്, ബാക്കി നഗ്നരാണ്. അല്ലെങ്കിൽ അകം കാണുന്ന വസ്ത്രം ധരിക്കുന്നവരാണ്, തലമുടി പുറത്ത് കാണിക്കുന്നവരാണ്, കഴുത്ത് പുറത്ത് കാണിക്കുന്നവരാണ്. ലമ്മറഹുമാ, ഞാൻ അവരെ കാണാതിരിക്കട്ടെ. ഭാര്യ, മകൾ, ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി, ഇവരൊക്കെ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് എന്നൊന്നാലോചിക്കൽ ഈ സമയത്ത് അനിവാര്യമാണ്. ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് നമ്മളാണ്, മകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് നമ്മളാണ്, അല്ലേ? ചിന്തിക്കുക. ആരിയാത്തുൻ മാഇലാത്ത്, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അവരുടെ തലമുടിയെ അവർ കെട്ടിവെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പെണ്ണിനെന്താ കിട്ടുക? ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കില്ല. വലാ യജ്ബുന റീഹഹാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടൂല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടച്ച തമ്പുരാനെ, പിന്നെ എന്തിനാ ഈ പണിയെടുക്കുന്നത്? പിന്നെ എന്തിനാണ് നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ? പിന്നെ എന്തിനാണ് നമ്മുടെ ഈ അധ്വാനങ്ങൾ? ചിന്തിച്ചു നോക്കുക. ചെറുപ്പക്കാരും പെൺകുട്ടികളും എല്ലാവരും ആലോചിക്കുക, റബ്ബേ, എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഈ ഖൈറായ ദീനിന്റെ ചട്ടങ്ങൾക്കനുസരിച്ചാണോ? വലിയ പ്രയാസാണ്, വലിയ പ്രയാസമാണ്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കൽ ഖാബിദി അലൽ ജംരി, കൽ ഖാബിദി അലൽ ജംരി, ഒരു തീക്കനലിങ്ങനെ കയ്യിൽ പിടിക്കുന്ന പ്രയാസമാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയ മോമിനീങ്ങളെ, കയ്യിൽ ചൂടുള്ള ഒരു തീക്കനൽ പിടിക്കാൻ യാ അല്ലാഹ് അത് പിടിക്കാൻ കഴിയില്ല എന്നതുപോലെ കൽ ഖാബിദി അലൽ ജംരി, ഒരു തീക്കനൽ പിടിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും.
ദീൻ ജീവിതത്തിൽ പാലിക്കലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇയ്യാകും വമുഹഖിറാത്തിൽ ദുനൂബ്. ഇയ്യാകും, നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണേ. വമുഹഖിറാത്തിൽ ദുനൂബ്, പാപങ്ങളെ നിങ്ങൾ നിസ്സാരമാക്കുന്നത്. ഇത് വളരെ വലിയ ഒരു ശ്രദ്ധയാണ്. കുറ്റങ്ങൾ ചെയ്യുക, അരാജകത്വങ്ങളിൽ ഏർപ്പെടുക, അധാർമികതകൾ ചെയ്യുക, എന്നിട്ടോ അതിനെ നിസ്സാരമായിട്ട് കാണുക. പലിശ ഉദാഹരണം ഞാൻ പറയട്ടെ. പഴയ കാലത്തൊക്കെ നമ്മുടെ ഇടയിൽ ഏതെങ്കിലും ആള് മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ പ്രധാനിയായ ആൾ, നാട്ടിലെ ഉസ്താദ് ആ മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് ചെറിയൊരു പ്രസംഗം നടത്തും. ഒരു ഉപദേശം. എന്നിട്ടതിനിടയിൽ പറയും, ഈ മയ്യത്ത് ആരോടെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ആ മയ്യത്തിന് പുറത്തു കൊടുക്കണം. പിന്നെ പറയുന്നൊരു വാക്കുണ്ട്, പഴയ കാലത്ത് സാമ്പത്തികമായി വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ മക്കളുമായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ വാപ്പയുമായിട്ട് ബന്ധപ്പെടണം. മരിച്ച ആളുടെ ബന്ധുക്കളെ പറയും. കുറെ കഴിഞ്ഞാൽ കുഞ്ഞഹമ്മദ് ആക്ക വരും മോന്റെ അടുത്ത്, വാപ്പ 500 രൂപ വാങ്ങിയിരുന്നു, യാ അല്ലാഹ് 500 രൂപ. അടുത്ത ആള് വരും, അബൂബക്കറാക്ക വരും, 10,000 രൂപ വാങ്ങിയിരുന്നു, 10,000 രൂപ. ചോദിക്കണോ കാശ്? മൊത്തം ബാപ്പായുടെ കടം 25,000, അല്ലെങ്കിൽ കടലില്ല, അല്ലെങ്കിൽ 2,500. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് പഴയ കാലത്തല്ലല്ലോ, ഈ കാലത്തും അങ്ങനെ തന്നെയാണല്ലോ പറയാറുണ്ടല്ലോ ഞങ്ങളൊക്കെ. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും ആളുകൾ മക്കളോട് എനിക്ക് ബാപ്പ ഇത്ര തരാനുണ്ടെന്ന് പറയോ? അപൂർവം. എന്തേ കാര്യം? ബാപ്പാന്റെ കടം വ്യക്തികളുമായിട്ടല്ല, പലരും കടം വാങ്ങിയിരിക്കുന്നത് ബാങ്കുകളിൽ നിന്നാണ്, ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നാണ്, മുത്തൂറ്റിൽ നിന്നാണ്, മണപ്പുറത്ത് നിന്നാണ്. ഗോൾഡ് ലോണുകളുടെയും അതുപോലെയുള്ള ഫൈനാൻസ് സ്ഥാപനങ്ങളുടെയും ഓരോ ബോർഡുകളും നമ്മുടെ നാടുകളിൽ മുളച്ചു പൊന്തുകയാണ്. സാധാരണ പോലെയുള്ള ബോർഡല്ല. സാധാരണ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഒക്കെ അതിന്റെ ബോർഡുകൾ അത്ര ചെറുതായിരിക്കും. എന്നാൽ ഫൈനാൻസ് സ്ഥാപനങ്ങളുടെ ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര വലിയ നീളമുണ്ടാകും അതിന്. എന്നാലോ എല്ലാവർക്കും അത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിൽ, എല്ലാവരും കടം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചു നോക്കുക. 18 വയസ്സായ ഒരു ചെറുപ്പക്കാരന് കടക്കാരനാണ്. എത്ര രൂപയുടെ കടമുണ്ടവന്? 50,000 രൂപയുടെ കടമുണ്ടവന്. എത്ര കൊല്ലത്തേക്ക് കടമുണ്ടവന്? അവന് 2 or 3 കൊല്ലത്തേക്ക് കടമുണ്ടവന്. ഓരോ മാസവും അവൻ കൊടുക്കുന്നത് വെറും കടമല്ല, പലിശയടക്കമുള്ള പൈസയാകുന്നു. ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കുന്നവൻ, ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുന്നവൻ, ഇങ്ങനെ വിദ്യാഭ്യാസം നേടുന്നവൻ, ഇങ്ങനെ പലിശയടക്കുന്നവൻ, അവന്റെ കുടുംബത്തിൽ അല്ലാഹു റഹ്മത്ത് ചെയ്യുമോ? അവന്റെ പണത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമോ? അവന്റെ വിദ്യാഭ്യാസത്തിൽ അല്ലാഹു നന്മ ചെയ്യുമോ? അവന്റെ മനസ്സിൽ അല്ലാഹു സമാധാനം തരുമോ? മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിക്കുക. അല്ലേ? എല്ലാരും കടക്കാരാവുക, ചോദിക്കൂല, അതൊരു ഭാഗ്യമാണ്. എന്തിനീ കടം വരുത്തുന്നു? പടച്ചറബ്ബേ, ഈ പറയുന്ന ആള് കടം വാങ്ങാത്ത ആൾ അങ്ങനെ ആയിട്ടല്ല പറയുന്നത്, പക്ഷെ അതൊരു തെറ്റായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. എല്ലാനും വഴിയുണ്ട് അല്ലേ? എന്താ ബാങ്ക് ലോണ്, അത് സുബ്ഹാനല്ലാഹ്. വാഹനങ്ങളുടെ പെരുപ്പം കാരണം എല്ലാവർക്കും വാഹനങ്ങളാണ്, സിമ്പിളാണ്. എല്ലാവരുടെയും പ്രഖ്യാപനം എന്താ? ചില പത്രത്തിലൊക്കെ ചില സമയത്ത് കാണാം, 1 രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം. എന്നിട്ടോ ഒരു 1 രൂപയുടെ ചില്ലറ കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്നറിയും. വാഹനം മേടിക്കാൻ തീരല്ലാത്ത സാധനമാണ് 1 രൂപയുടെ ചില്ലറ. ബാക്കിയൊക്കെ പലിശ. നിസ്കരിച്ച് ദ്വാരന്നിട്ടാണിത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക ഉസ്താദിനോടൊക്കെ ദ്വാരക്കാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ വല്ല ഹദിയും കൊടുത്തിട്ടാണ് ഉസ്താദ് ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് ദ്വാരക്കണം. മോമിനെ,
ഞാനിത് പരിഹസിക്കാൻ വേണ്ടി പറയല്ല. പക്ഷെ ഇതൊന്നും ഒരു തെറ്റായിട്ട് എന്തേ നമ്മൾ കാണാത്ത അല്ലേ? ചോദിക്കാണ്, എവിടുന്നാ വരുന്നത്? ഞാൻ കോട്ടക്കൽ പോയതാണ്. എന്താ ബാങ്കിൽ പോയതാണ്? എന്താ കുറച്ച് കാശ് മേടിക്കാണ്ടായിരുന്നു. ലോണാണ്. അപ്പൊ നിങ്ങൾ ഇന്നാൾ ഇരിങ്ങല്ലൊരു വാള് കേട്ടില്ല, എന്ത് ലോണൊക്കെ ഇങ്ങനെ മേടിക്കാന്ന് പറഞ്ഞത് ഹറാം. അതൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നതല്ലേ? ഭയങ്കര ന്യായാണ്, എല്ലാവരും ചെയ്യുന്നതല്ലേ? ഈ ഒരു ന്യായമല്ലാത്ത എന്ത് ന്യായം രണ്ടാമത്തേതുള്ളത്? ഏത് തെറ്റിനും, ഏത് പലിശ വാങ്ങാനും, ഏത് പലിശ കൊടുക്കാനും, ഏത് ലോൺ എടുക്കാനും അല്ലേ ഒറ്റ ന്യായമുള്ളൂ, എല്ലാരും ചെയ്യണതല്ലേ? എല്ലാവരും ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? മുഅ്മിനെ, നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ചെയ്യുന്നവനല്ലല്ലോ. നമ്മൾ മുഅ്മിൻ ചെയ്യുന്നത് ചെയ്യേണ്ടവനാണ്. നമ്മൾ ഈമാനുള്ളവൻ ചെയ്യുന്നത് ചെയ്യേണ്ടവരാണ്. എല്ലാവരും ചെയ്യേണ്ടത് ചെയ്യുന്നവരല്ല. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണമേ. അല്ലാഹ് പറയാ, അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാക്കണമേ. എന്റെ സഹോദരിമാരോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. സാമ്പത്തികമായ പ്രതിസന്ധികൾ വരൽ സ്വാഭാവികമാണ്, വീട് വെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരൽ സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പലിശക്ക് കടമെടുക്കാൻ ഭർത്താവ് പോകുമ്പോ അവനെ പ്രതിരോധിച്ചു നിർത്തുന്ന ബാധ്യത പെണ്ണുങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം. മക്കളതിനാഗ്രഹിക്കുമ്പോ വാപ്പമാരെ, ഉമ്മമാരെ, അവരെ നിങ്ങൾ ഉപദേശിക്കണം. ചോർന്നൊലിച്ചാലും വേണ്ടില്ല, വാടക വീട്ടിൽ താമസിച്ചാലും വേണ്ടില്ല, കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, വിശപ്പനുഭവിച്ചാലും വേണ്ടില്ല, ഒരിക്കലും ഞാൻ പലിശക്ക് പണമെടുക്കുകയില്ല. ഞാൻ ഈ തിന്മയുടെ ഭക്ഷണം കഴിക്കുകയില്ല. എന്റെ ഭക്ഷണത്തോട് ഞാൻ ഹറാമ് ചേർക്കുകയില്ല. എന്റെ വീടിന്റെ ചുമരുകളിൽ, അതിന്റെ കല്ലുകളിൽ, അതിന്റെ സിമന്റുകളിൽ, അതിന്റെ അടിത്തറയിൽ ഒരിക്കലും ഞാൻ ഹറാമ് പ്രവേശിപ്പിക്കുകയില്ല. തീരുമാനിക്കാൻ കഴിയണം അല്ലേ? എന്തൊരു സൗഭാഗ്യമാണ്. അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ. വിസ വന്നു, ഗൾഫിൽ പോവാന് വിസ വന്നു. എന്താ വേണ്ടത്? 1 ലക്ഷം രൂപ പോരാ, 1.25 ലക്ഷം രൂപ വേണം. വിസ, ടിക്കറ്റ് എല്ലാം കൂടെ ആയിട്ട്. അന്ന് ഭാര്യയോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന എത്ര, പിന്നെ സംസാരിക്കൂല. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാണ്. എന്താ? ഗൾഫിലൊരു വിസ. എന്താ അതിന് എത്ര വലിയത്? നിങ്ങൾ ഇന്നാളും പറഞ്ഞിരുന്നല്ലോ, ഇത് പഴയ പോലെ ഉള്ളത് ഉറപ്പാണ് സംഗതി. 1.25 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപയെ. പിന്നൊരു സമാധാനിപ്പിക്കലാണ്, ഒരു പ്രശ്നമല്ല അതിന്. നിന്റെ 2 വള, അതുപോലെ എന്റെ കഴുത്തിലുള്ള ഇതും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോയിട്ടൊന്ന് പണയം വെച്ചിട്ട് 1.25 ലക്ഷമല്ല, ഞാൻ 2 മാസം കൊണ്ട് ഉറപ്പായിട്ട് അത് എടുത്തു തരാം അല്ലേ? ഇതൊരു തെറ്റാണെന്നോ, ആ പണം വാങ്ങുന്നത് ശരിയല്ലാത്ത പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണെന്നോ ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കാത്തിടത്തോളം കാലം ഇയ്യാകും വമുഹഖിറാത്തിൻ ദുനൂബ്, പാപങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫഇന്നഹുന്ന യജ്തമിഅന അലർ റജുലി, അതിങ്ങനെ ഒരുമിച്ച് കൂടും, ചെറുതും 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 ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഈ മനുഷ്യന്റെ ദുനിയാവും ആഖിറത്തും അത് നശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാക്കട്ടെ. ആമീൻ പറയൂ. അല്ലാഹു നമ്മെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട അള്ളാന്റെ പരീക്ഷണമാണ് പെട്ടെന്നുണ്ടാകുന്ന മരണം എന്ന് പറയുന്നത്. പഴയകാലത്തത് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഒരു 10-15 കൊല്ലം മുമ്പ് പെട്ടെന്ന് മരിച്ചു പോകുന്ന വാർത്തകളൊക്കെ വളരെ കുറവാണ്. അയാൾ പെട്ടെന്ന് മരിച്ചുപോയി, ആരോടും പറയാതെ മരിച്ചുപോയി. എന്നാൽ ഇന്നതിങ്ങനെ വർദ്ധിച്ചിരിക്കുകയാണ്. ആര് മരിക്കുന്നു, എപ്പോ മരിക്കുന്നു, അപകടത്തിൽ പെടുന്നു. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ത്? പെട്ടെന്ന് ആൾക്കാരിങ്ങനെ മരിച്ചു പോവാ. അങ്ങനെ വന്നാൽ, അങ്ങനെ ഇതിൽ സംഭവിച്ചാൽ അല്ലേ, ബാദിറൂ ബിൽ അഅമാൽ, നല്ല കാര്യങ്ങളുമായി നിങ്ങൾ അല്ലാഹുവിലേക്ക് വേഗത്തിൽ ചെല്ലുക. ബാദിറൂ ബിൽ അഅമാൽ, നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്ത് നിങ്ങൾ അല്ലാഹുവിലേക്ക് വേഗത്തിൽ അടുക്കുക. എന്തുകൊണ്ടെന്നാൽ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്. അതിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് ഔ മൗതൻ മുജ്ഹിസാ, പെട്ടെന്നുണ്ടാകുന്ന മരണം എന്ന് പറയുന്നത്. അങ്ങനെ മരിച്ചുപോയാൽ ഈ പലിശ ഏറ്റെടുക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെ മരിച്ച് ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ട ഘട്ടം വന്നാൽ അവൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേൽക്കുന്ന രൂപം ഖുർആനാണ് പറയുന്നത്. യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, അവനിങ്ങനെ ഇഴഞ്ഞിട്ടായിരിക്കും വരിക. പൈശാചികമായ ബാധ ബാധിച്ചതുപോലെ അവൻ ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വരുമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, എന്താ ചെയ്യാ? ഞാൻ കൊടുങ്ങല്ലൂരിൽ ദാറുൽ ഹുദായുടെ ഒരു സഹസ്ഥാപനത്തിൽ, അതിന്റെ ഒരു ബ്രാഞ്ചിൽ, നിങ്ങളുടെ പറപ്പൂരുള്ളതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ ഉസ്താദായി ജോലി ചെയ്യുന്നയാളാണ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് അവിടെ പുതിയ കുട്ടികളുടെ അഡ്മിഷൻ ഉണ്ടായത്. 10 വയസ്സായ കുട്ടികളെ അവിടെ ചേർത്തത് കഴിഞ്ഞ ഓഗസ്റ്റ് 5-ന്. അന്ന് മലപ്പുറം ജില്ലയിലെ പൂക്കുളത്തൂരിൽ നിന്ന് ഒരു ചെറിയ 10 വയസ്സായ ഒരു കുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് വാപ്പ വന്നു. വാപ്പ പറഞ്ഞു, ഞാന് 15-ാം തീയതി സൗദിയിൽ നിന്ന് വരേണ്ടയാളാണ്. ഞാൻ 5-ാം തീയതി തന്നെ കമ്പനിയോട് പറഞ്ഞ് നേരത്തെ ലീവ് വാങ്ങിയത്. 5-ാം തീയതിയാണ് ഇവന്റെ അഡ്മിഷൻ എന്നുള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാ വന്നത്. അങ്ങനെ ഇയാള് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയാണ് വന്നത്, ഇന്ന് രാവിലെ നേരെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അങ്ങനെ അവിടെ ചേർത്തു. ചെറിയ ഒരു കുട്ടിയാണ്. അടുത്ത വ്യാഴാഴ്ച കുട്ടികളൊക്കെ വല്ലാത്ത കരച്ചിലായിരിക്കും. എനിക്ക് വാപ്പാനെ കാണണം, ഉമ്മാനെ കാണണം, വീട്ടിൽ പോകണം, നാട്ടിൽ പോകണം. ഇവനും കരഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം ഉസ്താദിന്റെ ഫോണിലേക്ക് ഈ വാപ്പ വിളിക്കാണ്, മോനെ ഒന്ന് കിട്ടുമോ? കിട്ടും. മോനെ കിട്ടി. സംസാരിച്ചു. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, മോൻ വല്ലാതെ കരയാൻ, നാളെ വെള്ളിയാഴ്ചയാണല്ലോ, ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്കൊന്ന് കോളേജിൽ വരാം, അവനൊന്ന് കാണാലോ. മോന് പിന്നെ വലിയ സന്തോഷമായി, വാപ്പ നാളെ വരുമല്ലോ. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് അവന്റെ വീട്ടിൽ നിന്ന് ഉസ്താദിന്റെ ഫോണിലേക്ക് കോള് വരുന്നത്, ഉസ്താദേ, നമ്മുടെ ഇന്നാലിന്ന കുട്ടിയുടെ വാപ്പ മരിച്ചിരിക്കുന്നു. 38 വയസ്സേ ഉള്ളൂ. പടച്ച തമ്പുരാനെ, ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ ആളാണല്ലോ. മൂപ്പന്റെ മരണവാർത്ത, അതിനേക്കാളും വലിയ ബേജാറെന്താണ്? ഈ പൊന്നുമോനെ അവിടുന്ന് പൂക്കുളത്തൂരിലേക്ക് എത്തിക്കണം. എന്ത് ചെയ്യും? എങ്ങനെ ഇവനോട് ഈ വിവരം പറയും? ചിന്തിച്ചു നോക്കൂ. പറയാൻ കഴിഞ്ഞില്ല. ഇവനോട് പറഞ്ഞു, മോനെ, ഉസ്താദുമാര് ആ വഴിക്ക് പോകുന്നുണ്ട്, നമുക്ക് പോവാം, നീ വാ. ഇവന്റെ ഒരു സന്തോഷം, കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നതിന്റെ ഒരു വേദന വിഷമൊക്കെ ഉണ്ടാകുമ്പോ ഇവന് വീട്ടിലേക്ക് അങ്ങോട്ട് പോവാനുള്ള അവസരം, ഇത് ഉസ്താദുമാരോട് കൂടെ ഭയങ്കര സന്തോഷത്തിൽ വണ്ടിയിൽ കയറി. വാഹനം ഇങ്ങനെ പോകുമ്പോ ഉസ്താദുമാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ ആ പിഞ്ചു മോനോട് പറഞ്ഞു, മോനെ ഭക്ഷണം കഴിക്കാതല്ലാതെ വിശക്കുന്നുണ്ടല്ലോ, നാസ്ത കഴിക്കാം. അവൻ പറഞ്ഞു, ഞാൻ വീട്ടിലെത്തി കഴിച്ചോളാം, വാപ്പാന്റെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. വാപ്പ വന്നിട്ട് ഉപ്പ എന്നെ കാത്തിരിക്കും, വാപ്പായുടെ കൂടെ ഞാൻ കഴിച്ചോളാം, എനിക്കൊന്നും വേണ്ട, വേഗം വീട്ടിൽ പോയാൽ മതി. ഈ പൊന്നുമോനുമായി പോയി. മനസ്സിലിങ്ങനെ വരുന്നുണ്ട്, ഇവനോട് എങ്ങനെ പറയണം, എന്തിനു പോകുന്നു എന്ന് പറയണം. രാവിലിങ്ങനെ വരും, കുറെ കാര്യങ്ങൾ ചോദിക്കും. അവനിങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അവസാനം അവിടെ എത്തി പറഞ്ഞില്ല. വീടിന്റെ മുമ്പിലെത്തി.
ആ വീടിന്റെ മുമ്പിൽ അവൻ അത്ഭുതപ്പെട്ടു പോയി. ഇതുപോലൊരു പന്തൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു, ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നു, എല്ലാവരും ഇവനെ നോക്കുന്നു. പകരം വന്നിവന്റെ കൈ പിടിച്ചവനെ കൊണ്ടുപോകുന്നു. അവന്റെ വീടിന്റെ പൂമുഖത്തേക്ക് പോയപ്പോ അവന്റെ പ്രിയപ്പെട്ടവർക്ക് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞവർക്ക് ആ പൂമുഖത്ത് നീണ്ടു നിവർന്ന് മയ്യിത്തായി ചലനമറ്റ് കിടക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ പെട്ടെന്ന് കുഞ്ഞു വാവിട്ട് കരഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രംഗമാണ്. അല്ലെ? ഔ മൗത്തൻ മുജീദ്. ആരോടും പറയുന്നത് എന്തുണ്ടായത്? രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ചായ കുടിച്ചു, പത്രം വായിക്കായിരുന്നു, പെട്ടെന്നുണ്ട് അവിടുന്ന് മരിച്ചു. അല്ലേ? സൂക്ഷിക്കേണ്ട ചെറുപ്പക്കാരൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? പാപങ്ങളും അധർമ്മങ്ങളും അരാജകത്വങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക, ഈമാനോടെ ജീവിക്കാൻ നോക്കുക. അല്ലേ? അതാണ് വേണ്ടത്. ബാദിറൂബിൽ അഅ്മാൽ. പഴയ കാലത്തെ പോലെയല്ല. മുമ്പ് ഒരു തെറ്റിന് എത്ര അവസരം വേണ്ടിയിരുന്നു. ഒരു നുണ പറയണം, ഏറ്റവും ചുരുങ്ങിയത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം, എന്നിട്ട് ഒരാളെ കണ്ടപ്പോൾ നുണ കേൾക്കാൻ ഒരാൾ വേണ്ടേ, എന്നിട്ട് അയാളെ വിളിക്കണം, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പോകുന്ന ഒരു നുണ പറയണമെങ്കിലൊക്കെ പഴയ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു നുണ പ്രചരിപ്പിക്കാൻ, ഒരാളെ ഗീബത്ത് പറയാൻ. പടച്ചോനെ ആരും കൊണ്ടതില്ല, ഞങ്ങൾക്കൊന്നും അതിനൊരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ എന്നാണോ പറയുന്നത്? അല്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒക്കെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാം. ഗീബത്ത് നമ്മൾ ആരും വേണ്ട, അടുത്ത ആരും വേണ്ട. അല്ലേ? നമീമത്ത് ആരും വേണ്ട, മൊബൈൽ ഉണ്ടായാൽ മതി. എല്ലാം പാട്ടും സംഗീതവും സിനിമയും സീരിയലും ഒക്കെ ഒരു തരം നമ്മുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ ഗ്രസിച്ചിരിക്കുകയാണ്. നമ്മൾ ദീനിൽ നിന്ന് നമ്മുടെ തലമുറ ഇങ്ങനെ അകന്നു പോവാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കളിച്ചിരുന്ന കളികൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളൊക്കെ പറയും, ഞാൻ ചെറുപ്പകാലത്ത് നീന്തം പഠിക്കാൻ പോയിരുന്നു, നീന്തിയിരുന്നു. ഇല്ലേ? നിങ്ങൾ ഇരിങ്ങല്ലൂരിൽ പുഴയുണ്ടോ? നീന്തിയിരുന്നു, പുഴയിൽ നീന്തിയിരുന്നു. മീൻ പിടിക്കാൻ പോവാത്ത ആരാ അവിടെ ഉള്ളത്? വള്ളി ചാടാത്ത പെൺകുട്ടികൾ ആരാ ഉള്ളത്? വളപ്പൊട്ട് കളിക്കാത്തവര്. അല്ലേ? കൊത്ത് എന്തായാലും പറയാം, ഈ കല്ലിങ്ങനെ ഇട്ടിട്ട് പെൺകുട്ടികൾ കളിക്കുന്ന ഒരു കളിയുണ്ട്, എന്തായാലും പറയാം, കല്ല് കളിക്കുക. അങ്ങനെ കല്ല് ഇല്ല. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ കളിയായിരുന്നു ഒരു 4-5 കല്ല് വരച്ചിട്ട് 2-3 കല്ലും വെച്ചിട്ട് ഇങ്ങനെ കല്ലുകൾ വെട്ടിയിട്ട് കളിക്കുക. ഇതൊക്കെ വലിയ കളി. ഇന്നത്തെ മക്കളുടെ കളി എന്താ? അവര് കേവലം കളിയല്ല പഠിക്കുന്നത്, അവര് പഠിക്കുന്നത് ഒരുതരം ആഭാസത്തിന്റെ സംസ്കാരമാണ്. കാരണം അവര് കളിക്കുന്നത് ചൂണ്ടലിട്ടുകൊണ്ടല്ല, നീന്തിയിട്ടല്ല, ഇടപെട്ടിട്ടല്ല, ആരുമായി ഇടപെടാതെ നമ്മൾ വാങ്ങിക്കൊടുത്ത ടാബ്ലറ്റുകളില്, നമ്മുടെ മൊബൈൽ ഫോണുകളില് അവർ ഗെയിമുകൾ കളിക്കുകയാണ്. നമ്മൾ തടയുന്നുണ്ടോ? നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അഡിക്റ്റുകളായി, അതിന്റെ അടിമകളായി മാറുമെന്നുള്ളതാണ്. മാനസികമായി അവർക്ക് സമ്മർദ്ദമുണ്ടാകുമെന്നുള്ളതാണ്. മക്കൾ ഭക്ഷണത്തോട് വിരക്തിയുള്ളവരാകും, സ്നേഹമില്ലാത്തവരാകും, ഒരുതരം ശൂന്യമായ മനസ്സുള്ളവരാകും. എന്താണ് ഗെയിമിന്റെ കോലം? നിങ്ങൾ നോക്കൂ. മക്കളെ ആ ഗെയിം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരുപാട് സംവിധാനങ്ങളാണ് ഓരോ ഗെയിമിലും. എന്നിട്ട് നമ്മൾ അതാണ് പ്രസന്റേഷനായിട്ട് നൽകണം. അല്ല, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കല്ല മുഅ്മിനെ, നന്മ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഖൈർ അല്ലേ? എന്തൊക്കെയോ ഖൈറിന് വേണ്ടി ചെലവഴിക്കുന്ന പഴയ കളി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, മണിക്കൂറുകൾ, നിരവധി സമയങ്ങൾ. കുട്ടികൾ കാർട്ടൂണുകളുടെ അടിമകളാകുന്നു. കാർട്ടൂൺ ചാനലുകൾ, അതുമായി ബന്ധപ്പെട്ട കളികൾ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കലും നമ്മൾ അതിന്റെ അടിമകളായി മാറരുത്. അതാക്കരുത് രക്ഷിതാക്കളെ. നിങ്ങൾ സമ്മാനമാവാം, പക്ഷേ അതിൽ നിയന്ത്രണം വേണം. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്റെ മോൻ വലിയ ബുദ്ധിമാനാണ്. ചില രക്ഷിതാക്കൾ പറയാം, അവൻ ഈ മൊബൈലിൽ അറിയാത്ത ഒരു ഓപ്ഷനും ഇല്ല.
എന്നെക്കാളും കൂടുതൽ മോനറിയാം. എത്ര വയസ്സായ മോന്? 2 വയസ്സായ മോനുണ്ടല്ലോ. ഇതിൽ പാട്ട് വെക്കും, ഇതിൽ പിന്നെ അതുപോലെ ഇതിൽ ഫോട്ടോ എടുക്കും, ഇല്ലാത്ത പണിയൊന്നുമില്ല, എല്ലാം അറിയാം. എനിക്ക് വളരെ ഉഷാറാണ്. അതൊരു ഉഷാറിന്റെ അടയാളല്ലോ. അതെല്ലാവർക്കും കഴിയുന്ന സംഗതിയാണ്. നമ്മൾ 25 വയസ്സായപ്പോഴാണ് മൊബൈൽ ആദ്യമായിട്ട് കണ്ടത്. മോൻ ജനിച്ച് വീഴുന്നതിന്റെ മുമ്പ് എന്നെ മൊബൈലിലെ പാട്ടേക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? ഇതാ വ്യത്യാസം. ഒരിക്കലും മക്കളെ ആ വഴിയിലൂടെ നമ്മൾ നിലനിർത്തിയാൽ, അവർ സംഗീതത്തിന്റെ അടിമകളായി മാറിയാൽ, അവർ വീഡിയോ ഗെയിമുകളുടെ അടിമകളായി മാറിയാൽ, അതുപോലെ അവർ ഗാനങ്ങളുടെയും അതിലൂടെ കാണുന്ന ദൃശ്യങ്ങളുടെയും ആയാ ലോകത്തവർ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, അവരിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് എന്റെ ഉമ്മ നിങ്ങളോട് സ്നേഹത്തോടെയുള്ള ഒരു വാക്കലം പറയുക? എന്റെ ഉപ്പമാരെ, നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ആ പൊന്നുമോന് ദുആ ചെയ്യുക? അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിയന്ത്രിക്കാം, അത്രേ പറയുള്ളൂ. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടാബ്ലറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, മൊബൈലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൻതകൂനൽ വലദു ഗൈളാ. മക്കള് എപ്പോഴും ദേഷ്യപ്പെടുന്ന മക്കളാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, അല്ലേ? കുറുമ്പ് പിടിക്കുന്ന മക്കൾ, വാപ്പാനെ തെറിവിളിക്കുന്ന മക്കൾ, ഉമ്മ പറഞ്ഞതനുസരിക്കാത്ത മക്കൾ, ചെറുപ്പം മുതൽ തന്നെ ദേഷ്യത്തിന്റെയും അതുപോലെയുള്ള സ്വഭാവത്തിന്റെയും അങ്ങനെ ജീവിക്കുന്ന മക്കൾ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നമ്മുടെ ഈ ഹിദായത്ത് സുബ്യാനിൽ പഠിക്കുന്ന നമ്മുടെ സന്തതികൾക്ക് ഒരിക്കലും നമ്മൾ അതിന് അവസരം നൽകരുത്, അല്ലേ? ഈമാനോടെ ചിന്തിക്കുക. നമ്മളുടെ ലക്ഷ്യം ആ മക്കൾ നന്നാവുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസ് മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസ്വാ أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. സൂറത്തുൽ ലുഖ്മാനിന്റെ 6-7 ആയത്തുകളാണിത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊന്നും കൂടി എണീറ്റ് നിന്ന് യാ അള്ളാഹ്, ഒന്നും കൂടെ എല്ലാവരും എണീറ്റിക്കുമ്പോ വേറൊരു സൗകര്യം കൂടെ ഉണ്ട്. അഥവാ കേട്ട് 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 ചെവിയൊക്കെ ആകതായിപ്പോയ ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മെല്ലെ 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 യാ അള്ളാഹ്. അള്ളാഹു എല്ലാവർക്കും ഈമാൻ ഇഖ്ലാസും നൽകട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഈ സദസ്സിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും അല്ലാഹു ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കും. അല്ലാഹു തആല ഈമാൻ നൽകട്ടെ. എല്ലാവരും ഇരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായിട്ട് നമ്മുടെ സംഘാടകരുമാണ്. അതെല്ലാവർക്കും അറിയാലോ, ഒരുപാട് സാമ്പത്തികമായ ബാധ്യതയുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ നല്ല ഒരു സ്വതക്ക ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കണം. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒരു 100 രൂപയെങ്കിലും ആ ബക്കറ്റിൽ എല്ലാവരും ഇടണം. ഇൻഷാ അല്ലാഹ് റഹ്മാനായ തമ്പുരാൻ അല്ലാഹു തആല ഇതിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നളർ ബിനുൽ ഹാരിസ് എന്ന ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവൻ പലപ്പോഴും മറ്റു നാടുകളിലേക്ക് പോകും. ഷാമിലേക്ക് പോകും, യമനിലേക്ക് പോകും, അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അവൻ ഖുർആനിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു.
ജനങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആനിനെതിരായി ഇത് കെട്ടുകഥയാണ്, ഇത് മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ കുറെ കുപ്രചരണങ്ങൾ നടന്നു. അവന്റെ ഈ കുപ്രചരണമൊന്നും ആരും സ്വീകരിച്ചില്ല. അവസാനം അവൻ ഒരു പണി ചെയ്തു. അവൻ വിദേശത്ത് പോയപ്പോ അവൻ കാണുകയാണ്, അവിടെയുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നു. പെൺകുട്ടികൾ അവരുടെ ശരീരത്തിന്റെ മാദകത്വം പ്രദർശിപ്പിച്ച് പെൺകുട്ടികൾ അവിടെ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. അവരുടെ വസ്ത്രങ്ങൾ അവർ വെളിവാക്കിയിരിക്കുകയാണ്. എന്നിട്ടവരിങ്ങനെ സംഗീതം ആലപിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഭയങ്കര അത്ഭുതം. ഇവൻ ഇവരോട് സംസാരിച്ചു. എന്നിട്ട് അവരുമായി ഇവൻ കച്ചവടമുറപ്പിച്ചു. അവർ മക്കയിലേക്ക് വരാം, അവര് പാട്ട് പാടാം, പകരം പണം കൊടുത്താൽ മതി. നബറിന്റെ മനസ്സിൽ തന്നെയാണ്, അങ്ങനെ പണം കൊടുത്താൽ ഇവര് പാട്ടുപാടിയാൽ ജനങ്ങൾ ഖുർആനിൽ നിന്നകലുമല്ലോ, അവര് ഖുർആൻ ഉപേക്ഷിക്കുമല്ലോ. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ നബർ ഇബ്നുൽ ഹാരിസ് ഇവരെ മക്കയിൽ കൊണ്ടുവരികയാണ്. മക്കയിൽ ഇവർ വന്നു, ഇവര് പാട്ടുപാടി, ജനങ്ങൾ ഇവരുടെ പാട്ട് കേൾക്കാൻ നിന്നു. ഖുർആനിൽ നിന്ന് ജനങ്ങൾ അകന്നു. അല്ലാഹു നബിയോട് പറഞ്ഞു, നബിയേ വമിനന്നാസ്, ജനങ്ങൾക്കിടയിലുണ്ട് ആര്? മൻ, ഒരു വിഭാഗം ആളുകൾ, യസ്തരീലഹുൽ ഹദീസ്, അത് വിനോദ സംസാരങ്ങൾ പണം കൊടുത്തു വാങ്ങുകയാണ്. വിനോദ സംസാരങ്ങൾ, അവർ പാട്ടുകൾ വാങ്ങുകയാണ്, അവർ TV വാങ്ങുകയാണ്. വാങ്ങുന്നതിനല്ല കുഴപ്പം, എന്നിട്ടതിലൂടെ അവർ വിനോദം കാണുന്നു, അവർ സിനിമ കാണുന്നു, അവർ സീരിയൽ കാണുന്നു, അതവർ ആസ്വദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലേ ഫബശ്ശിർഹു ബിഅദാബ് വബിഗൈരി അയ്ബ്, എന്തിനു വേണ്ടിയാണ്? ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടിയാണ്. ജനങ്ങളെ അകറ്റാൻ. ലിയുദില്ല അൻ സബീലില്ലാഹ്. വീട്ടിൽ ആ ഡിവൈസ് കൊണ്ടുപോയാൽ, മക്കളുടെ കയ്യിൽ അത് വാങ്ങിക്കൊടുത്താൽ, TV വാങ്ങിയിട്ട് കേബിൾ കണക്ഷൻ അതിൽ വരുത്തിയിട്ട് ഓരോ ചാനലുകളിലൂടെയും മാറി മാറി വരുന്ന സിനിമകൾ നമ്മുടെ ഭാര്യയും മക്കളും ആസ്വദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ പണം കൊടുത്ത് വിനോദ സംസാരങ്ങൾ വാങ്ങുന്നവർ, അല്ലേ? എന്നിട്ടോ ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് വളരെ വളരെ അവരെ നിസ്സാരമാക്കുന്ന ശിക്ഷയുണ്ട്. ഇതൊക്കെ പറഞ്ഞാലോ വഇദാ തുത്ലാ അലൈഹി ആയാതുനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ ഓതപ്പെട്ടു കഴിഞ്ഞാൽ, ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ മുമ്പിൽ പാരായണം ചെയ്യപ്പെട്ടാൽ അതൊന്നും അവർക്ക് വിഷയമല്ല. വല്ല മുസ്തക്ബിറ, അഹങ്കാരികളായിട്ട് അവർ തിരിഞ്ഞു പോകും. പടച്ചോനെ, ഞങ്ങളെയൊന്നും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. കഅല്ലം യസ്മഅഹാ, അത് കേൾക്കാത്തതുപോലെ. ചിന്തിക്കൂ നിങ്ങൾ, ഖസ്വത്തുൽ ഖൽബ് കൂടിയ കാലമാണ് എന്ന് പറഞ്ഞാൽ, നന്മ കേട്ടാൽ ഒരു ചലനവും സൃഷ്ടിക്കാത്ത മനസ്സ്, ഹൃദയത്തിലൊരു നന്മയും സൃഷ്ടിക്കാത്ത മനസ്സ്, എന്താണ് അവർക്കുണ്ടാവുക? ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് നബിയെ നിങ്ങൾ അവരോട് സന്തോഷ വാർത്ത അറിയിക്കുക. ഈമാനുള്ളവരെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് എന്തിനു വേണ്ടിയാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, വാട്സപ്പ് ഉപയോഗിക്കുന്നത്, ഫോൺ ഉപയോഗിക്കുന്നത്? ഹറാമിന്റെ അതിർവരമ്പുകൾ നമ്മൾ എന്തേ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു? ആണും പെണ്ണും തമ്മിലുള്ള ഇടപെടലുകൾക്ക് പഴയ കാലത്തൊക്കെ ഒരു ഹറാമിന്റെ ചുവയുണ്ടായിരുന്നു. ഇന്നെന്തേ അതില്ലാതെയായി പോയി? എന്തേ നമ്മൾ വ്യക്തിപരമായിട്ടത് ശ്രദ്ധിക്കാത്തത്? നമ്മൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു തആല നിഷിദ്ധമാക്കിയ ഇത്തരം സങ്കലനങ്ങളും ഇത്തരം ഇടപെടലുകളും പേടിയോടെയും ഭയത്തോടെയുമേ കാണാൻ കഴിയൂ, അല്ലേ? അതുകൊണ്ട് എന്തുണ്ടായി?
ഒരുപാട് തെറ്റുകൾ ഇങ്ങനെ കുന്നുകൾ പോലെ നമ്മുടെ തലയുടെ മുകളിൽ കൂടാൻ തുടങ്ങിയില്ലേ? അല്ലേ? ഫേസ്ബുക്ക്, വാട്സപ്പ് ഏറ്റവും വലിയ ഒന്ന്. അതിലൂടെ നമ്മൾ ചെലവഴിക്കുന്ന സമയമാണ്. സമയം കളയാം, അല്ലേ? അത് പടച്ചോൻ ചോദിച്ചാൽ എന്താ മറുപടി പറയാം? അല്ലാഹുവേ, ഒരു സമയം എനിക്ക് തരുമോ? മരിക്കുന്ന സമയത്ത് ചോദിക്കും. അതിലൂടെയുള്ള ഹറാമുകളോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെൺകുട്ടികളുടെയൊക്കെ ഫോണുകളും അവരുടെ ഇടപെടലുകളും ശ്രദ്ധാപൂർവം നമ്മൾ വീക്ഷിച്ചിട്ടില്ല എങ്കിൽ അപകടങ്ങൾ കേൾക്കേണ്ട സാഹചര്യം വരും. പടച്ചോൻ നമ്മളെ കാക്കട്ടെ, മക്കളെ കാക്കട്ടെ. എന്തൊക്കെ വാർത്തകളാ കേൾക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. അല്ലാഹു എന്താ പറയുന്നതെന്നറിയോ? പെണ്ണുങ്ങളെ, ഇനിത്തഖൈതുന്ന, നിങ്ങൾക്ക് അല്ലാഹനെ പേടിയുണ്ടെങ്കിൽ ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, അന്യ പുരുഷന്മാരുമായി സംസാരിക്കുമ്പോ കൊഞ്ചിയും കുഴഞ്ഞും നിങ്ങൾ സംസാരിക്കല്ലേ. ഫോണിൽ സംസാരിക്കുകയാണ്, അല്ലെ വീട്ടിൽ വന്നപ്പോ സംസാരിക്കുകയാണ്, അങ്ങനെ സംസാരിക്കല്ലേ. ഇതൊന്നൊരു വിഷയമല്ലല്ലോ. പ്രേമം എന്ന സിനിമ ഇറങ്ങിയപ്പോ, അല്ലേ, എല്ലാവരും പ്രേമിക്കുക, എല്ലാവരും പ്രേമിക്കൂ എന്നാ പറഞ്ഞത്. ഒരു അതിർവരമ്പില്ല. ഇപ്പോഴോ മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഈ ചാലിയാറിന്റെ തീരപ്രദേശത്തുണ്ടായിരുന്ന മൊയ്തീൻ എന്ന ഫുട്ബോൾ താരം അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലായതിന്റെ കഥ പറയുന്ന സിനിമ കാണാൻ പെരുന്നാളിന്റെ പിറ്റേ ദിവസങ്ങളിൽ പോലും ചെറുപ്പക്കാർ തിയേറ്ററുകളിൽ തിക്കിത്തിരക്കി. ഏത് പെരുന്നാളിന്റെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണം കാരണം ഭയന്ന് വിറക്കേണ്ട പെരുന്നാളിന്റെ. പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നീ ഈമാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ചിന്തിക്ക പടച്ചോനെ, ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നതും ശരിയാണോ? അത്രേ പറയാൻ കഴിയുള്ളൂ. വാട്സപ്പൊക്കെ അങ്ങനെ ആരെക്കുറിച്ചും അപവാദം പറയാൻ, ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ അത് ഉപയോഗിക്കരുത്. ഈ വിരൽ തുമ്പുകൾ നാളെ അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായ കൊണ്ട് മിണ്ടാൻ കഴിയില്ല, കൈ സംസാരിക്കും, കാല് സാക്ഷി പറയും, ഒന്നും മിണ്ടാൻ കഴിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഈ തുച്ഛമായ ജീവിതത്തിൽ നമ്മൾ അല്ലാഹു തആലയിലേക്കടുത്ത് ഖുർആനോടി നിസ്കരിച്ച് വിക്റുകൾ ചൊല്ലി നല്ലവരായി എത്തിയിട്ടില്ല എങ്കിൽ എന്താണ് ബാലൻസ് ഉണ്ടാവുക? വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചതുണ്ടാവില്ല, ഫേസ്ബുക്കിലൂടെയുള്ള ഫ്രണ്ട്സുകൾ നമുക്ക് സഹായം ചെയ്യില്ല, അല്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇക്രിമത്ത് ബിനു അബീ ജഹൽ. ഇക്രിമത്ത് ബിനു അബീ ജഹൽ അബൂജഹലിന്റെ മോനാണ്. മക്കം ഫത്ഹ്, ഹിജ്റയുടെ 8-ാം വർഷം മക്കം ഫത്ഹ്, മക്ക കീഴടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പ്രധാനപ്പെട്ട 20ഓളം വരുന്ന ശത്രുക്കളെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഉടനടി കൊല്ലണേ എന്ന നിർബന്ധമായ താക്കീത് പറഞ്ഞു. എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഉടനടി കൊന്നുകളയോ. അതിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞോളൂ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മക്കയിലുള്ള പലരും വരികയാണ് മുസ്ലിമാകാൻ. ഒരിക്കലൊരു കൂട്ടം പെണ്ണുങ്ങൾ വന്നു, നബിയേ, ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിങ്ങളാരാണ്? ഒന്നാമത്തെ പെണ്ണ് പറഞ്ഞു, നബിയേ, ഞാൻ ഹിന്ദു ബിന്ദു ഉത്ബ, ഞാൻ ഉത്ബയുടെ മകളായ ഹിന്ദാണ്, സൗജത്തു അബീ സുഫിയാൻ, ഞാൻ അബൂ സുഫിയാന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഷ്ണമായി കൊന്നുകളഞ്ഞ ഹിന്ദ്, കരൾ ചതച്ചു തുപ്പിയ ഹിന്ദ് മുസ്ലിമായി മാപ്പ് കൊടുത്തു.
രണ്ടാമത്തെ പെണ്ണ് പറഞ്ഞു, നബിയേ, ഞാൻ ഉമ്മു ഹക്കീമാണ്. ഏത് ഉമ്മു ഹക്കീം? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇക്രിമയുടെ ഭാര്യയാണ്. ഇക്രിമയുടെ ഭാര്യ? അതെ. എവിടെ നിന്റെ ഭർത്താവ്? ഭർത്താവ് ഓടിപ്പോയിരിക്കാണ്. കൊല്ലാൻ ഉത്തരവിട്ടല്ലോ, ഓടിപ്പോയിരിക്കാണ്. എന്നാൽ നബിയേ, ഞാനിതാ മുസ്ലിമാകുന്നു, എന്റെ ഭർത്താവിനെ അങ്ങ് സംരക്ഷിക്കുമോ? ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെയോ? നബി പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ മുസ്ലിമായല്ലോ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭർത്താവിനെതിരായുള്ള ആ തീരുമാനം ഞാൻ പിൻവലിക്കുകയാണ്. ഉമ്മു ഹക്കീം ഇറങ്ങി തന്റെ ഒരടിമയെ കൂട്ടി എന്നിട്ട് യാത്ര പോവുകയാണ്. ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് യമനിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഇന്നാലിന്ന കടൽ തീരത്ത് കപ്പലും കാത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ടിങ്ങനെ പോയി 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 ദിവസങ്ങൾ യാത്ര ചെയ്തവിടെ എത്തിയപ്പോഴോ അത്ഭുതപ്പെട്ടു. ഉമ്മു ഹക്കീം വന്നിരിക്കുന്നു. എന്താ ഉമ്മു ഹക്കീം? ഞാൻ നിങ്ങളെ മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഓ, മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ മുഹമ്മദ് നബിയെ പേടിച്ചിട്ടാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആ വധശിക്ഷ പിൻവലിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സംരക്ഷണം വാക്ക് തന്നിരിക്കുന്നു. മുഹമ്മദ് നബി വാക്ക് പറഞ്ഞാൽ അതൊരു വാക്ക് തന്നെയാണ്, പേടിക്കേണ്ടതില്ല. ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിൽ മാറൂല. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും പോയാലോ? എന്നാ പോവാം. അങ്ങനെ അവർ പോയി യാത്ര ചെയ്ത് മക്കയിലെത്തുകയാണ്. നബിയെ കാണാൻ വേണ്ടി ഒരുങ്ങുകയാണ്. റസൂലുള്ളാഹിക്ക് ഈ വിവരം കിട്ടി, ഇക്രിമ വരുന്നുണ്ട് എന്ന്. ഫേസ്ബുക്കിലൂടെ ആക്ഷേപങ്ങൾ നൽകുന്നവർ, ഫോട്ടോകൾ ഹറാമായി ഷെയർ ചെയ്യുന്നവർ റസൂലുള്ളാഹിന്റെ സൂക്ഷ്മത ആലോചിക്കേണ്ടതാണ്. നല്ലവരാകേണ്ടവരാണ്. ഖൈറിലേക്കുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടവരാണ്. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞപ്പോ റസൂലുള്ള സ്വഹാബികളെ വിളിച്ചു, സ്വഹാബാ, ഇക്രിമ വരുന്നുണ്ട്, ഇക്രിമ വരുന്നുണ്ട്. ഇക്രിമ വന്നാൽ ഫലാ തസുബ്ബു അബാ. ഇക്രിമയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ പിതാവായ അബൂജഹലിനെ ഒരിക്കലും നിങ്ങൾ ചീത്ത പറയല്ലേ. കാരണം നിങ്ങൾ ചീത്ത പറഞ്ഞാൽ അതൊരിക്കലും അബൂജഹലിനെത്തില്ല. അത് ജീവിച്ചിരിക്കുന്ന ഇക്രിമക്കും ഉമ്മു ഹക്കീമിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും പറഞ്ഞു. സഹാബികളൊക്കെ അത് ഏറ്റെടുത്തു. പിറ്റേ ദിവസമായി ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ അതാ വരുന്നു. നബിയിരിക്കുന്നിടത്ത് നിന്ന് അബൂജഹൽ ഇക്രിമ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ സാധാരണ മേൽമുണ്ടില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ആരെയും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. അതുപോലുമില്ലാതെ ഇക്രിമയുടെ അടുക്കൽ ചെന്ന് ഇക്രിമയെ കെട്ടിപ്പിടിച്ചു, ഇക്രിമയെ സ്വീകരിച്ചു. ഇക്രിമയോട് ദീനിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല, പ്രഗത്ഭനായ സഹാബിയായി മാറി. കണ്ടോ? ഇങ്ങനെ നന്മയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുക, ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ കുറക്കുക. ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുന്ന, എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏറ്റവും മുത്തഖിയായ ഒരു വിശ്വാസിയായി ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ മാറി. അറിയാലോ, യർമൂക്ക് യുദ്ധം നടക്കുകയാണ്. സ്വഹാബിയായ അയ്യാശ് ഇബ്നു അബീ റബീഅ വെള്ളത്തിന് വേണ്ടി വിളിക്കാണ്, അൽമാ അൽമാ, വെള്ളം വെള്ളം. വെള്ളവുമായി വന്നു. തൊട്ടടുക്കൽ ഇക്രിമ വെട്ടേറ്റ് കിടക്കുകയാണ്. അൽമാ അൽമാ, വെള്ളം വെള്ളം. അയ്യാശ് പറഞ്ഞു, ഇക്രിമക്ക് കൊടുത്തു. ഇക്രിമയുടെ അടുക്കൽ ചെന്നപ്പോഴുണ്ട് തൊട്ടടുക്കൽ ഹാരിസത്ത് ഇബ്നു അബീ റബീഅ, അൽമാ അൽമാ, വെള്ളം വെള്ളം. ഇക്രിമ പറഞ്ഞു, എനിക്ക് വേണ്ട, ഹാരിസക്ക് കൊടുക്ക്. ഹാരിസ മരിച്ചു, ഇക്രിമയും മരിച്ചു, അയ്യാശും മരിച്ചു റളിയല്ലാഹു അൻഹു. ഒരു തുള്ളി വെള്ളം കിട്ടാതെ. ഇതാണ് നന്മ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഖൈർ. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ എല്ലാ തിന്മകളെയും ഒഴിവാക്കി ധാരാളം ഖൈറുകൾ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ പുതിയ തലമുറക്ക് മുന്നോട്ട് പോകാൻ ഈ മദ്രസയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ അതിന് ചില്ലറ സൗകര്യങ്ങളും കൂടെ ആവശ്യമുണ്ട്.
ഇൻഷാ അല്ലാഹ് ഈ സദസ്സതിനൊരു തുടക്കം കുറിച്ചാൽ അത് ഏറ്റവും ഹൈറായ ഒന്നാണ്. നിങ്ങളൊക്കെ ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് ഈ മദ്രസ ഉണ്ടാക്കിയത് എന്നെനിക്കറിയാം. ഇൻഷാ അല്ലാഹ് എന്നാലും ഈ മജ്‌ലിസിലിരിക്കുന്നവരൊക്കെ ഇന്നത്തെ ഈ ഒരു സദസ്സിന്റെ ബറക്കത്തിനെ ആഗ്രഹിച്ചിട്ട് എല്ലാവരും നാമീം പറയും. എല്ലാവരും പടച്ചറബ് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ പറയും ഞാൻ 5000 കൊടുത്തല്ലോ, ഞാൻ 10000 കൊടുത്തല്ലോ, ഞാൻ 25000 കൊടുത്തല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ കൊടുത്തു, അതവിടെ കിട്ടിക്കഴിഞ്ഞു. അള്ളാഹു അത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി വേണ്ടതും കൂടെ ഇന്നത്തെ ഈ മജ്‌ലിസിലൂടെ അങ്ങ് പരിഹരിച്ചാൽ അത് അല്ലാഹു തആല സ്വീകരിച്ച ഏറ്റവും വലിയ ഒരു ഖൈറായിട്ട് മാറും. അതുകൊണ്ട് നാളെ ഇതിലേക്കൊന്നും വെക്കാത്ത രീതിയിൽ ഈ സന്തോഷവേളയിൽ തന്നെ ഒന്ന് മനസ്സ് തുറക്കുക, ഒന്ന് ഹൃദയം തുറക്കുക. അല്ലാഹു തആല നൽകിയിരിക്കുന്ന പണത്തിൽ നിന്ന്, ധനത്തിൽ നിന്ന് ഒരു ചെറിയ സ്വതക്ക ഈ മജ്‌ലിസിൽ നിന്ന് അതിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയിക്കുക. നല്ല ഒരു നിയ്യത്ത് മനസ്സിൽ വെക്കുക. അല്ലാഹുവേ, എന്റെ മോന് നല്ല ഈമാനുള്ള മോനാകാൻ, നല്ല ബുദ്ധി അവനുണ്ടാവാൻ, എന്റെ മോള് നല്ല ആലിമത്താവാൻ, എന്റെ മോന് നല്ല ആലിമാകാൻ, എന്റെ മോന്റെ ജോലി ശരിയാവാൻ, അവന്റെ പഠനം ശരിയാവാൻ. അല്ലാഹുവേ, എനിക്ക് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു നിയ്യത്ത് മനസ്സിൽ കരുതുകയും ചെയ്യുക. നിങ്ങൾ സ്വതക്ക ചെയ്യുക. എല്ലാവരും മനസ്സുകൊണ്ട് പറയൂ, ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ നിന്ന് കഴിയുന്നവർക്കൊക്കെ നീ അതിനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. കൈ ഉയർത്തി പിടിച്ച് ആമീൻ പറയൂ, നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, സ്വതക്ക ചെയ്യുന്നവർ എന്ത് മുറാദോടെയാണോ സ്വതക്ക ചെയ്യുന്നത്, ആ സ്വതക്ക നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹറാമായ ധനത്തിന്റെ എല്ലാ വഴികളിൽ നിന്നും അല്ലാഹുവേ, ആ സ്വതക്ക ചെയ്യുന്നവരെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഈ മജ്‌ലിസിൽ നിന്ന് കഴിയുന്നവർക്ക് ഞാനത് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ